എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേർഡ് 1. വായിച്ചാട്ട് അമ്മേ, വെളിപ്പാട് 4:1 വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം യോഹന്നാനോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. One more time we are revising. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്ധിയിൽ ലഭിക്കപ്പെട്ട വചനത്തെ ഇവിടുത്തെ ദൈവമക്കൾക്കൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. അനിലൊക്കെ എത്ര നല്ല പാട്ടുപാടി ദൈവം ചെയ്ത നന്മകൾ, എത്ര പാട്ടുപാടിയിട്ടും നമുക്ക് വളരെ സന്തോഷമില്ല. കോവിഡിന് ശേഷം അല്ലെങ്കിലും ബന്ധുക്കോസുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. സ്വോത്രം എന്താ കാര്യമൊന്നും അറിയത്തില്ല. സ്വോത്രം ഇന്ന് രാത്രി 2023 കണ്ടവർ കുഞ്ഞ് 2024 കണ്ടില്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്നത് 40 വയസ്സുകാരൻ ചെങ്ങന്നൂരും വൻമഴിയിൽ, അത് കഴിഞ്ഞിട്ട് കുളനടയും പന്തളവും കാരക്കാടും കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ, ബുള്ളറ്റിനകത്ത് പടപടാ പോയ ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി വീട്ടിനകത്ത് വന്നപ്പോൾ, ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി 70-80 വയസ്സിനകത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കൊണ്ടിരുത്തിയത്, ഇന്ന് രാത്രി പരിമല ഡോക്ടർ നോക്കിയതിൻ്റെ മഹത്വമല്ല, അല്ലെങ്കിൽ കല്ലിശ്ശേരി മെഡിക്കൽ സെൻ്ററിൽ കിടന്ന ഐസിയുവിൻ്റെ പവറല്ല, അല്ലെങ്കിൽ തിരുവല്ല സാഹിബിൻ്റെ ആശുപത്രി കിടന്ന കുറച്ച് ഓക്സിജൻ അടിച്ച പവറല്ല. അതിൻ്റെ അപ്പുറത്ത് നിന്നെ കാത്തു പരിപാലിച്ച ദൈവം, ഞങ്ങളുടെ കണ്ണിനെ കണ്ണിനിൽ നിന്ന്, കാലിൻ്റെ വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇന്ന് രാത്രിയും ധൈര്യത്തോടെ ബലത്തോടെ ഇവിടെ കൊണ്ടുവന്ന മഹാദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അതരം പൂട്ടിയിരിക്കരുത്. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന നാഥൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഈ രാത്രി എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട്, അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ ദൈവ കുഞ്ഞുങ്ങൾ ആരാധിച്ചിട്ടുണ്ട്, അവിടെ പാരമ്പര്യത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു വീഴാനിടയായി. മുട്ടുമടക്കി ദൈവജനം ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി പട്ടണത്തെ ബന്ധിച്ച മതിലുകളെ തകർത്തുകൊണ്ട് ചില ജീവിതങ്ങളെ യേശുവിനെ കാണുക, ചില പ്രമാണിമാർ മുട്ടുമടക്കുവാൻ മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാ മക്കൾക്ക് കൊടുത്തു. കാലുകൾ ആമത്തിനകത്ത് ചങ്ങലക്കകത്ത് ബന്ധിച്ചു, ശരീരം മുഴുവൻ വെണ്ടുകേറിയ പാടുകൾ. അവിടെ കീബോർഡില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല, ആരുമില്ല. എന്നാൽ രാത്രിയുടെ യാമത്തിനകത്ത് അവരുടെ നാവുകൾ മാത്രം സ്വതന്ത്രമായിരുന്നു. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ നീ വേദനയോടെ ഈ ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഇന്ന് രാത്രി യോഗ പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് രാത്രി വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി വെളിപ്പെടുമ്പോൾ, നാളുകളായി നിന്റെ കുടുംബത്തെ കെട്ടിയ, കുഞ്ഞുങ്ങളെ കെട്ടിയ, മുൻപോട്ട് വിടാതെ അന്ധകാരത്തിന്റെ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിടുവിക്കുന്ന കരം ഈ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. 2 ദൈവജനം അവിടെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി തീർന്നു. നാടുകളായി ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാതെ വെൺമണിക്കകത്ത് ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഫറവോന്റെ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ അന്യഭാഷയ്ക്കും അഭിഷേകത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായ് ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ സ്തുതിക്കുവാൻ തയ്യാറെങ്കിൽ, എരികോയുടെ മതിൽ വീണതുപോലെ വെൺമണിയെ ഭരിക്കുന്ന പാരമ്പര്യത്തിന്റെ മതിലുകൾ വീണുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിതാവിന് വേണ്ടി ചില കരങ്ങൾ ഉയരുന്ന രാത്രിയായി മാറട്ടെ. 3 അവരുടെ ആരാധന അവിടെ വെളിപ്പെട്ടപ്പോൾ ആരവരെ കാരാഗ്രഹത്തിലാക്കിയോ? കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ പട്ടണത്തിലെ ചില കരങ്ങൾ ഈ രാത്രി ഉയരട്ടെ. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. വെൺമണി ക്രൂസേഡിന്റെ മുദ്രാവാക്യം ഈ വർഷം ഇത് തന്നെ ആകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പരദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന
കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചില മദ്യപാനികൾ കരമുയർത്തുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, പട്ടണത്തിനകത്ത് ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവുണ്ടാകുക. 2024 കൺവെൻഷൻ ഞങ്ങൾ കരങ്ങൾ തരുന്നു. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കണം. കടന്നു വന്ന എല്ലാ മക്കളെയും രാത്രി അവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. അപ്പച്ച നാഥൻ്റെ നാമം മാത്രം ഇവിടെ ഉയരണം. ആദിയോടെന്ന തിരുസാനത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോട് മടക്കിയേക്ക്. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിൽ 5 തലങ്ങൾ. 1 സുവിശേഷത്തിൻ്റെ ഏടുകൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും അതിനകത്ത് 2. തിരുസഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ അപ്പോസ്തല പ്രവർത്തികൾ 3. തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകളെപ്പറ്റി പരിശുദ്ധാത്മാവ് ലേഖകന്മാരിൽ കൂടി റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമോത്തിയോസ്, എബ്രായർ, എഫേസ്യർ. രക്ഷ, മാനസാന്തരം, ശാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യത. അത് കഴിഞ്ഞിട്ട് 4 തലം ചെറിയ ലേഖനങ്ങൾ. അതിൻ്റെ പ്രത്യേകത ഉലകം അസ്തമിക്കും, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, മരണാനന്തര ജീവിതത്തിൻ്റെ മുൻകിരണങ്ങൾ. അതിനകത്ത് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. അവസാന പരിസമാപ്തിയിൽ യൂദ മഹത്വത്തിൻ്റെ പ്രത്യാശ, നാഥൻ്റെ വരവിൻ്റെ പൊൻകിരണങ്ങളെ അതിനെ വരച്ച് കാണിക്കുന്നു. യൂദ അവസാനം ഇങ്ങനെ എഴുതുന്നു: ആദം മുതൽ 7-ാമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്നത് എൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ ഘോരം പാടും, പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകൂടി ദൂതന്മാരുമായി കാന്തൻ വരും. അതിൻ്റെ താഴത്തെ വാക്യം ഞങ്ങൾ പറയത്തില്ല, നിങ്ങളും വായിക്കത്തില്ല. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്: ബാക്കി കർത്താവിനെ കാണാതെ പകമിണക്കം, കോപം, തൊന്തപക്ഷം, ജാരശങ്ക, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഫേസ്ബുക്കിലടുത്ത് പോസ്റ്റ് അടിക്കുന്ന സകലരെ ന്യായം വിധിക്കുവാൻ. സന്തോഷമില്ലല്ലോ? ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ളസിംഹാസനത്തിൽ. വിശ്വാസികൾ ഭയക്കേണ്ട കാര്യമില്ല. ആദ്യം കൂട്ടിനകത്ത് കയറ്റുന്നത് ഞങ്ങളെയാ. സന്തോഷമില്ലല്ലോ? രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന ഞങ്ങളെ ആദ്യം കേട്ട്, പിന്നെ അതിനുശേഷം ഞങ്ങളുടെ പെന്തിക്കോസിൻ്റെ ഇന്നത്തെ ഇവിടെ നേതാക്കളിരിക്കുക എങ്കിലും പറയും നേതാക്കളെ അതിനകത്ത് കയറ്റും. സ്വോത്രം. അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെ കയറ്റും. അത് കഴിഞ്ഞ് ലോക്കൽ പാസ്റ്റർമാരെ കയറ്റും. 5ാമത്തെ ടോക്കൺ മാത്രമേ ഉള്ളൂ വിശ്വാസിക്ക് സമാനത്തിയിരിക്കാം. സ്വോത്രം. അതുകൊണ്ട് ആദ്യം ഞങ്ങളെ ആയിരിക്കും കയറ്റുന്ന. സ്വോത്രം. അത് കഴിഞ്ഞ് ഇനി കോവിഡ് വരും, ഷിഗല്ല വരും, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, വൈറ്റ് ഫോസ്ഫറസ്, എന്തെല്ലാം സംഭവം ഇവിടെ വരാൻ പോകുന്നത്. അത് കണ്ടാൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് കാശ് കിട്ടിയില്ലേ? പത്രോസ് പോയോലെ പടയും പോലെ പാട്ടു. ഇവിടുത്തെ ചിന്നമാമ തൊഴിലുറപ്പിന് പോകും. അത് കണ്ടിട്ട് യൂദായുടെ സ്വർഗം പറഞ്ഞ് എഴുതിക്കോളാം: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേകനാഥൻ സത്യദൈവം കളങ്കമറ്റേ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മുട്ടുമടക്കി പായ്ക്കകത്തിരുന്ന് കരയും. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അവൻ്റെ വേണ്ടി പ്രത്യാശയുടെ പൊൻകരണം. പത്മോസിനകത്ത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞ് എഴുതിക്കോ: ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ വൻമഴിയിൽ ഇനിയും അനീതി ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് വെൺമണിയിൽ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് അതിവേഗത്തിൽ. AD 30 കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കാലഘട്ടത്തെ 2 ഭരണാധികാരികൾ: 1 ഹെരോദാവ് ഏദോമിൻ്റെ കൈസർ, 2 പീലാത്തോസ് റോമൻ്റെ ഗവർണർ. അതിനുശേഷം ക്രൂരമായ പീഡനങ്ങൾ. 37 കാലഘട്ടത്തിനകത്ത് ഭക്തനായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ശൗൽ. അതൊന്നും ആരും സുവിശേഷത്തിൽ പറയത്തില്ല. തീർന്നില്ല. അതിനുശേഷം ആ ശൗൽ 2ാമതൊരു പദ്ധതി വെക്കുന്ന. കേൾക്കണേ. അല്പസമയം വൈകിയാൽ അനന്യാസ് ഉപദേശിയെ കൊല്ലുവാൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ പട്ടാപ്പകൽ മിന്നിവിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് കുതിരയുമായി യാത്ര ചെയ്യുക. കീശയിൽ കാശും AK-47 കൈക്കകത്ത് മൊബൈലും പഞ്ചായത്ത് മെമ്പറുടെ മന്ത്രിയുടെ ഒക്കെ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ പോക്ക് കണ്ടപ്പോൾ സ്വർഗ്ഗം ഒരൊറ്റ അടിയും കൊടുത്തു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം: പെൺമണി ഏത് വലിയ പുള്ളിയായാലും അടിച്ചിടാൻ കർത്താവിൻ്റെ ഒരു ടോർച്ചുണ്ട്. സന്തോഷമില്ലല്ലോ? ഈ അടി കിട്ടിയപ്പോൾ മനസ്സിലായി ഇനി ചെങ്ങന്നൂർ വാസേനേറെ കയറി പോയിട്ടും കാര്യമില്ല, ചൈതന്യെ പോയിട്ടും കാര്യമില്ല. 3 ദിവസം
പ്രബോധിച്ചപ്പോൾ അനന്യാസ് എന്ന കണ്ണിനകത്ത് പ്രാർത്ഥനയുടെ പൊൻകിരണം കൊടുത്തുകൊണ്ട് ചെതമ്പൽ വീളുകൊണ്ട് തിരുവെഴുത്തിൻ്റെ 14 ലേഖനങ്ങൾ എഴുതി. ബാക്കി ആരും ഉപദേശമാര് പ്രസംഗിക്കത്തില്ല. പൗലോസ്ലീഹയുടെ അവസാനം എവിടെയാണെന്നറിയാമോ? മർമാട്ടൻ ഗുഹയ്ക്കടുത്ത് യുദ്ധക്കുറ്റവാളിയായിട്ട് അവൻ കിടക്കുക. വചനം, അവൻ യുദ്ധക്കുറ്റവാളിയായി അവിടെ കിടക്കുമ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി കൊണ്ടുവന്ന് രാജാവിൻ്റെ കൽപ്പന, നാളെ പ്രഭാതത്തിൽ താങ്കളെ കൊണ്ടുവന്ന് ഓസ്ട്രിയയുടെ ചന്തയിൽ കൊണ്ടുവന്ന് കഴുത്തറത്ത് തല വിച്ഛേദിച്ച് കളയും. അയ്യോ, പൗലോസിലേക്ക് വല്ലാത്ത ദുഃഖമായി. മരണത്തിൻ്റെ ദുഃഖമല്ല, തൻ്റെ പ്രിയമകനായ തിമത്തിയോസ് അവൻ എവിടെ ചെങ്ങന്നൂരോ തിരുവല്ലായോ കോടകുളിഞ്ഞയിലോ കണ്ട് ട്രാക്ടോ ലഘുലേഖയോ കൊടുക്കാൻ പോയിരിക്കുക. ഈ കുഞ്ഞിനെ ഒരു സഞ്ചിയും തൂക്കി എപ്പോൾ വരുമോന്ന് അറിയത്തില്ല. വരുമ്പോൾ തന്നെ കാണത്തില്ല. അപ്പം ഒരു വാക്യമെങ്കിലും കുറിക്കണം. അതിനുവേണ്ടി ജയിലിനകത്ത് അന്നത്തെ കാലത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളമായി, ഇന്ന് ചപ്പാത്തിയും ചിക്കനുമാണ്. അതിനകത്ത് എന്തോ എടുത്ത് ഒരു കരിക്കട്ട എടുത്ത് ജയിലിനകത്ത് ഒരു വാക്യം എഴുതി വെച്ച, അച്ചായമ്മയെ കേട്ടോണോ, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്തിയോസേ, നീ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേലും ഭാരപ്പെടേണ്ട, നമുക്ക് 2 പേർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇന്ന് രാത്രി പിറ്റേന്ന് പ്രഭാതത്തിൽ ജോസീഫസ് തങ്കത്താളുകൾ കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി ഓസ്ട്രിയയുടെ ചന്തയ്ക്കകത്ത് ഇവിടെ ചെങ്ങന്നൂരിൽ മില്ലിനകത്ത് വാളുകൊണ്ട് തടിയിറക്കുന്നത് പോലെ അറുത്തപ്പോൾ അവൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്നു. ഇതാ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ കരമുയരുന്നില്ലല്ലോ. ഈ ലോകത്തിലെ കട്ടം സാരമില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. അതിനുശേഷം പത്രോസ്ലീഹ തലക്കീഴായി യാക്കോബിനെ അടുത്തതും കൊന്നുകളഞ്ഞു, കിളച്ചേത്. അതിനുശേഷം ഇവിടെ വന്ന് AD 72 വന്ന തോമാസ് ലീഗയും മരണത്തിലേക്ക്. ആ കാലഘട്ടത്തിൽ മരണം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. ബൈബിൾ ചരിത്രം AD 64 അദ്ദേഹം യാത്രയെ തുർക്കിയിലെ ഏഷ്യ മൈനറിൽ ആസിയയിലെ 7 സഭകൾ തുടങ്ങി എഫെസോസ് മുതൽ ലവോദിക്ക വരെ ഭരണകൂടങ്ങൾ പടപടാ മാറി. ശ്രദ്ധയോടെ ഹെരോദാവ്, പീലാത്തോസ്, അതിനുശേഷം വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച് നീറോ, അതിനുശേഷം വരുന്നു യെരുശലേം ദൈവാലയം തകർത്ത ടൈറ്റസ്, റോമൻ്റെ ചരിത്രം ലൗദിയോസ്, ക്ലൗഡിയോസ്. ദെൻ 90 AD 92 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ വരുന്നു. ആ കാലഘട്ടത്തിൽ ക്രൂരമായ പീഡനം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കൂടെ ദൈവമക്കൾക്ക്, അനവധി ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അന്നത്തെ കാലത്ത് ദൈവവചനം എടുക്കുന്ന ഭക്തന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധി പലരും അത് പറയത്തില്ല. ഇവിടെ കുളനടയിൽ പരസ്യോഗത്തിൽ ഒരുവൻ പ്രസംഗിച്ചാൽ റോമുകാർ അന്നത്തെ കാലത്ത് പിടിച്ചുകൊണ്ടു. എവിടെ കൊണ്ടുവന്നെന്നറിയാം? റോമിൻ്റെ അകത്താണ് ഭൂമിക്കടിയിലെ ആദ്യത്തെ തിയേറ്റർ, കാറ്റക്കൊമ്പ് കൊലോസിയോ. ഇന്ന് രാത്രി മനോഹരമായ ബൾബുകൾ ഇവിടെ നിരത്തിയപ്പോൾ അന്ന് അവിടെ ബൾബില്ല. ഉപദേശിയെ കൊണ്ടുവന്ന് നല്ല തൂണോട് കെട്ടി നിർത്തുക. പകലിൽ ഈ കെട്ടി നിർത്തിയതിൻ്റെ മേളിൽ ചട്ടി വെക്കും. രാത്രിയാകുമ്പോൾ പട്ടിണിയാ, വെള്ളം പോലും കൊടുക്കത്തില്ല. കൽക്കരിയുടെ തുണ്ടുകൾ ഈ മൺചട്ടിക്കകത്ത് വാരി വിതറും. രാത്രി 11 മണിക്ക് പാർട്ടി തുടങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്ന മക്കള്? തലയ്ക്കകത്ത് മൺചട്ടിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുക്കും. പടപട കൽക്കരി മൺചട്ടിയുടെ കത്തുമ്പോൾ ഉപദേശയുടെ തല വെന്തൊരുകുമ്പോൾ ആരും കേൾക്കാത്തൊരു വാക്ക് ആ കെട്ടി നിൽക്കുന്ന മതില്, ചാരി നിൽക്കുന്ന തൂണും കേൾക്കും. അതിൻ്റെ പേരാ മാറാനാഥ, യേശുവേ വരണേ. സ്വോത്രം. വെൺമണിക്കാർ ശ്രദ്ധയോടെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി ഇവിടെ പരിശോധത്തിൽ വഴിവക്കിൽ ഒരു ചെറുപ്പക്കാരൻ പാടുകയാണെങ്കിൽ അവനെ പച്ചയ്ക്ക് പിടിക്കും. നല്ല റോഡ്, പന്തളം ചെങ്ങന്നൂർ ടാറിടുന്ന റോഡിനകത്ത് പാട്ടയ്ക്കകത്ത് ഒരു സുചിരമുണ്ടാക്കും, തലയുടെ ആകൃതി. എന്നിട്ട് ആ സുഷിരത്തിനകത്ത് തല കയറ്റിയിട്ടുണ്ടോ എന്നറിയാമോ? ടാർപാട്ട ചൂടാക്കും, പച്ചയ്ക്ക് ഉരുക്കി വിടും. പാട്ടയ്ക്കകത്ത് തല വെന്തുരുകുമ്പോൾ, കാല് കമ്മട്ടമടിക്കുമ്പോൾ അകത്തൊരു ശബ്ദം പാട്ട ശ്രമിക്കും, മാറാ നാഥ യേശുവേ വരണമേ. റോമൻ്റെ ചരിത്രം. അതിനുശേഷം മൂന്നാമത്തെ കാര്യം, ഇവിടെ പച്ചയ്ക്ക് വചനം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയെ സ്റ്റേജിൽ കിട്ടിയാൽ അവർ പിടിച്ചുകൊണ്ടു. നല്ല വഴിയല്ലോ മാവേലിക്കര കുളനാട്. ഇവിടെ നല്ല മരം കിട്ടിയാൽ 2 ചില്ലകൾ അടുപ്പിക്കും സൈന്യാധിപൻ. എന്നിട്ട് മനുഷ്യൻ്റെ തല കീഴാക്കും. ഒരു ജില്ലയിൽ ഒരു കാൽ, ജില്ലയിൽ ഒരു കാൽ. ഇത് കഴിഞ്ഞതിന് ശേഷം കെട്ടുമുറുകുമ്പോൾ, മേളിൽ കെട്ടിയ വടത്തിൻ്റെ കെട്ടഴിച്ചു വിടുമ്പോൾ ഒരു അമ്മച്ചി മീൻ 2ആയിട്ട് കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരത്തിനകത്ത് തൂങ്ങുമ്പോൾ ചില്ലയ്ക്കകത്തൊരു ശബ്ദം, മാറാ നാഥ യേശുവേ വരണേ. പെന്തിക്കോസ്തുകാരെ ഇതൊക്കെ ഒന്ന് കേൾക്കണം. നാലാമത്തെ കാര്യം, വഴിവക്കിനകത്തൊരു ഉപദേശി. ഇന്ന് രാത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ റോമൻ്റെ പടയാളികൾ കൊണ്ടു കാരാഗ്രഹത്തിൽ കൊണ്ടു കൈകാലുകൾ ബന്ധിക്കും. വായ്ക്കകത്ത് ഹോസ് പുള്ളിയും നല്ലതുപോലെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വയർ വീർക്കും. അത് കഴിഞ്ഞാൽ അബോധാവസ്ഥ. അപ്പോൾ സൈന്യാധിപൻ അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന കുതിരയുമായി കുളമ്പടികൾ കൊണ്ട് ഉപദേശിയുടെ പള്ളയ്ക്ക് കുളമ്പടി ചവിട്ടുമ്പോൾ ഉപദേശിയുടെ പള്ള പൊട്ടും, കുടൽമാല പുറത്തു വരുമ്പോൾ അബോധാവസ്ഥ. ഒരു കാര്യം പറയും, മാറാനാഥ യേശുവേ വരണേ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ചെറുപ്പക്കാര, ഇന്ന് രാത്രി ജീവന്റെ വചനവുമായി നിനക്ക് ഇവിടെ വരുവാൻ കൃപ ലഭിച്ചത്. ചിലരുടെ തലകൾ കാരാഗ്രഹത്തിനകത്ത്, ചിലരുടെ കൈകാലുകൾ മരക്കൊമ്പിനകത്ത്, ചിലരുടെ ശരീരത്തിനകത്ത് ക്രൂരമൃഗം ചവിട്ടി തെറിപ്പിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം
നിന്റെ കരങ്ങളിലെത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. AD 64 അദ്ദേഹം ആസയിലെ 7 സഭ ഡൊമിഷൻ കൊടുത്ത കൽപ്പന ശ്രദ്ധയോടെ ഇരിക്കണം. യോഹന്നാൻ അപ്പോസ്തലനെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകുക. പ്രഭാതത്തിൽ 5 മണിക്ക് തോറയുടെ ചുരുളുകൾ സഭയുടെ പ്രഭാഷകനായി അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വന്ന് ചരിത്രവും ബൈബിള്. ആ പടയാളികൾ 6 പേർ കുതിരയ്ക്കകത്ത് വന്നു. 12ഓളം പടയാളികൾ, 6 കുതിര. യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചിട്ട് പറഞ്ഞ അപ്പച്ചനെ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോവുക. സഭയിൽ ആരുമില്ല. 90 വയസ്സ് കഴിഞ്ഞ പ്രായം കഴിഞ്ഞ ഒരു അപ്പച്ചൻ, കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചങ്ങലകൾ വീണു. അതിവേഗം റോമൻ്റെ കാരാഗ്രഹത്തിനകത്ത് ഈ അപ്പച്ചനെ കൊണ്ടുപോയി 6 മണിയോട് ഒരു തടിയുടെ പ്രതലത്തിനകത്ത് കടത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? കൈകാലുകൾ ബന്ധിച്ചു. 6:30 മണിയായപ്പോൾ മുഖാവരം, ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നത് പോലെ കീറണ്ട ഭാഗം അവർ മാർക്ക് ചെയ്തു. 7 മണിക്ക് ക്രൂരനായ ഒരു പടയാളി യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലുവാൻ പദ്ധതി വെച്ചുകൊണ്ട് വാളുമായി വന്നു. 2 സൈറൺ അവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പടയാളി ചെറുതായിട്ട് ഇങ്ങനെ കീറുവാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരം ഒട്ടിപ്പിടിച്ചെന്ന് തങ്കത്താളുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രി പടയാളി വാളെടുത്ത് അവിടെ എറിഞ്ഞിട്ട് പറഞ്ഞ് ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തി ഉണ്ട്. 2024 the crusade is going the third day. ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഏത് രാജാവിൻ്റെ പടയാളി നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നത്? മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പറ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും. എത്ര പേർ കര ഉയർത്താൻ കഴിയും? കമോൺ. കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകും. സിസ്റ്റർ, ഇന്ന് രാത്രി എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ. ബ്രദറെ, ഇന്ന് രാത്രി പറ, അവൻ്റെ ദയ എന്നെ വിട്ടു പോകുകയില്ല. ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലാകുന്നവർക്ക് നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി വെച്ചാൽ ഇന്ന് രാത്രി പറ, ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കാം. പരിമലക്കാരൻ കൈമലത്താം, RCC കൈവിടാം. ഇന്ന് രാത്രി 337 ഗ്രാമുള്ള ഹൃദയത്തിൻ്റെ 4 അറകൾ, ആർട്ടിക്കിൾ വെൻട്രിക്കിൾ, ഇന്ന് രാത്രി ബൗണ്ടറികൾ ഭേദിച്ചുകൊണ്ട് ബ്ലഡ് ബ്ലോക്ക് ആകാം. ഇന്ന് രാത്രി KM ചെറിയാൻ പറയാം, ആൻജിയോ നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കരമുയർത്തി പറയണം, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ വചനവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ പ്ലാനിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ തലമുറയെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അത് അവസാനിക്കുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാര്യം മനസ്സിലാകുന്നവർക്ക് സിസ്റ്റർ, ബ്രദർ, ഇന്ന് രാത്രി ഭയപ്പെടരുത്. നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ട കടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ ഓർബിറ്റിനകത്ത് ഇന്ന് രാത്രി കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സി ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വച്ചിരിക്കുന്ന ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വച്ച ദൈവം, അവൻ അറിയാതെ വെൺമണിയിൽ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും വീഴുവാൻ വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നീ പോകാവൂ. ഈ ആരാധന നടക്കുമ്പോൾ ദൈവകൃപ നിന്നിൽ വ്യാപരിക്കണം. ഈ വചനം പെയ്തിറങ്ങുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് രാത്രി തന്നെ തൊടണം. ഒരു ടേബിളിനകത്ത് നീ കയറിയാലോ ഡോക്ടർമാർ പറയും നെവർ ഇംപോസിബിൾ, നിന്റെ ലൈഫ് തിരിച്ചു കിട്ടത്തില്ലെന്ന് ഡോക്ടർമാർ പറയും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി വേണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ആരൊക്കെ നിനക്കെതിരെ തകർക്കുവാൻ പദ്ധതി വെച്ചാലും, 2024 say the power of the word of the God. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. എന്ന് രാത്രി അഭിഷേകത്തോടെ നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിന്നെ പോലുന്ന രോഗക്കെട്ടുകളെ തകർക്കുക. ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കര, ഇന്ന് രാത്രി കാരാഗ്രഹത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രി വെൺമണി ക്രൂസൈഡിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. സാധാരണ ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. തീർന്നില്ല. യോഹന്നാനെ അവരെവിടെ കൊണ്ടുവന്നു? എഫെസോസ് സഭയുടെ വാതിൽക്ക് കൊണ്ടുവിട്ടു. ഡൊമീഷൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചക്രവർത്തി ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല, ഒരു അസാധാരണ കൃപ ഇതിലുണ്ട്. രാത്രി പറയണം, കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും ചക്രവർത്തിക്കും കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 4 ദിവസം കഴിഞ്ഞ് 2ാമത്തെ കൽപ്പന വീണ്ടും വന്നു ബൈബിളും ചരിത്രത്തിലേക്ക്. ജോസഫ് എഴുതിയിട്ടുണ്ട്, യോഹന്നാന് വേണ്ടി അടുത്ത കൽപ്പന, അവനെ പിടിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്തിടാൻ. രാവിലെ ആ റോമിൻ്റെ പടയാളികൾ വരുന്നത്. അവർ വന്നിട്ട് യോഹന്നാൻ ഉപദേശിയോട് പറഞ്ഞു, ഇത് താങ്കളുടെ ഫൈനലുടെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കുഞ്ഞിന് നല്ല ആഹാരം കൊടുക്കാം, ഒരു പക്ഷേ അവന് നല്ല വസ്ത്രം കൊടുക്കാം. ചോദിച്ച ലാസ്റ്റ് താങ്കളുടെ ഏറ്റവും നല്ല ആഗ്രഹം ബന്ധുക്കളെ കാണണോ, വസ്ത്രം കടിക്കണോ, വസ്ത്രം വേണോ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, കൽപ്പന വായിക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോൾ പറഞ്ഞു, താങ്കളെ കുട്ടുകത്തിനകത്തിട്ട് കൊല്ലുവാനുള്ള പദ്ധതിയാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ മുഖത്ത് ഒരു പുഞ്ചിരി. ജോസഫ് അതെല്ലാം മാർക്ക് ചെയ്തു. അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, എനിക്ക് ഭയമൊന്നുമില്ല, നിന്റെ രാജാവ് കൽപ്പന തരുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ ചക്രവർത്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾ
തീജ്വാലകളെ തീജ്വാലയ്ക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി എന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ചക്രവർത്തി ഏതൊക്കെ കൽപ്പന എഴുതിയാലും അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ, വിശ്വാസമോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത, ഏതൊക്കെ ചക്രവർത്തി നിനക്കെതിരെ പദ്ധതി വെച്ചാൽ ഈ രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കരമുയർത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്നെങ്കിൽ 2024 ഉയരത്തിലേക്ക് നീ കരമുയർത്തി പ്രാർത്ഥിച്ച ഈ കൺവെൻഷൻ കൂട്ടം ഞായറാഴ്ച രാത്രി അവസാനിക്കുന്നതിന് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് അടകാരകത ബൗഡാരീകാശംധാരാത നാളുകളായി ഒരു വൃക്ഷത്തിനകത്ത് ഇത്തിൽ പോലെ നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന തീജ്വാലകളെ കെടുത്തുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം. പക്ഷേ അവർ അവസാനിപ്പിച്ചില്ല. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലനെ കൂട്ടുകത്തിനകത്ത് കൊണ്ടുപോയിട്ട് ചില നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം കാണാൻ കാത്തിരിക്കുക. സ്വോത്രം. ചക്രവർത്തിയുടെ പടയാളികൾ മരണം കാണുവാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നൊരുവൻ തല ഉയർത്തി. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൈ പുതപ്പ് വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ട് കാരണം തരണം പുതയ്ക്കാനെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിച്ചു, ഉപദേശിയെ ശരീരത്തിനകത്ത് വാള് കയറിയിട്ടും മരിച്ചില്ല. 2 തീജ്വാലയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് മുക്കിയിട്ടും മരിച്ചില്ല. എന്തുകൊണ്ട് അവൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ദാറ്റ് മീൻസ് പ്രോമിസ്. എന്ന് രാത്രി അല്പം വൈകിയാൽ പ്രോമിസ് ഏറ്റെടുക്കണം. വിശുദ്ധ ബൈബിൾ അമ്മൂമ്മക്കഥ മായാവിണ്ടിങ്കിലും ഒന്നുമല്ല. 8000 പ്രോമിസ് ഉള്ളത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം അബ്രഹാമിന് 1498 കിലോമീറ്റർ കനാൻ. അബ്രഹാമിനോട് 12 പറഞ്ഞു, ഉൽപ്പത്തി 12 ബൈബിൾ കൂടെ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ, നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. അബ്രഹാമിൻ്റെ കൂടെ വിളി കേൾക്കാത്ത ഒരുവന് കയറി. അവൻ്റെ പേര് സഹോദരൻ ലോത്ത്. 2 പേര് കനാനി വന്ന ആടുപാടുകൾ വീടും കൂടുമെല്ലാമായി ടയോട്ട ഇനോവയായി. ആ സമയത്ത് 2 കല്യാണം വന്ന അമ്മമ്മ അബ്രാച്ചാൻ ഒരു അമ്മമ്മ കിട്ടി. സാറാമ്മ. ലോത്തിൻ്റെ അമ്മമ്മയുടെ പേര് ബൈബിളിലില്ല, ഗൂഗിളിലില്ല. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബ്രാച്ചാൻ സാറാമ്മയും കൂടെ വെൺമണി പ്രയർ സെൻറ്ററിൽ ലോത്തും കൂടെ ജീപ്പിൽ ആരാധിക്കാൻ വരും. കമാൻഡർ ജീപ്പ്. ഈ നമ്മുടെ ലോത്തിൻ്റെ ഭാര്യ വരത്തില്ല. പുള്ളിക്കാരി കൊളന്നാട് പന്തളത്തും ബാങ്ക് അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം വെൺമണി വില്ലേജ് ഓഫീസിൽ പോയി ചെയ്തപ്പോൾ എല്ലാം ആരുടെ പേരിലാണ്? അമറാച്ചാൻ്റെ പേരിലാണ്. അന്ന് തൊട്ടാ വീട്ടിൽ 2 കലമായത്. സന്തോഷമില്ലല്ലോ. 2 സഹോദരിമാർ വരുമ്പോഴാ 2 കലം, 2 ഗ്യാസ്, 2 കാർഡ്, 2 ചെമ്പ്. സന്തോഷമില്ലല്ലോ മാമേ. ഇതിവിടെ തുടങ്ങിയതല്ല, ഇത് അമറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ്. ദൈവദാസന്മാർക്ക് പറയാം, 2 സഹോദരന്മാർ സഭ എന്തെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ പറയും, ഇരിക്കൂ ബ്രദറെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കാര്യം റെഡിയായി കിട്ടി. സ്വോത്രം. പിന്നെ മിണ്ടിയാൽ സഹോദരിമാർ എഴുന്നേറ്റാ പൊന്നമ്മയെ ഒതുക്കിയിട്ടേ ഞാൻ ഇരിക്കത്തുള്ളൂ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതിവിടെ തുടങ്ങിയതല്ല, അമറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതോ. സ്വോത്രം. ഒരു വീതം വെപ്പ് നടത്തി. എന്താ? ചെങ്ങന്നൂരും പന്തളവും അടൂരും ഒക്കെ ആര് കൊണ്ടുപോയി? സ്വോതവും കൊണ്ടുപോയവനാ ലോത്ത്. പാവപ്പെട്ട അമറാച്ചാന് കിട്ടിയത് കോടകുളഞ്ഞി മലയാണ്. സന്തോഷമില്ലല്ലോ, നിങ്ങൾക്കറിയത്തില്ല. കോടകുളഞ്ഞി മലയുടെ പ്രത്യേകത, അവിടെ വണ്ടിയും വെള്ളമൊന്നും ചെല്ലിയാൽ ഒരു കൊച്ചു വീടുണ്ട്, കറണ്ടും ഇല്ല, വെട്ടും ഇല്ലല്ലോ, മണ്ണെണ്ണ വിളിച്ചുകൊണ്ട്. സ്വോത്രം. 2 കാര്യം അവിടെ ഉണ്ടായിരുന്നു. 1 കരുവേലകം, 2 യാഗപീഠം. സന്തോഷമില്ലല്ലോ. എന്താ കരിവേലകത്തിൻ്റെ പ്രത്യേകത? ആരെങ്കിലും വന്നാൽ ഒരു കട്ടൻ വെള്ളം കൊടുക്കും. ഇന്ന് കരിവേലകമില്ല, ഇന്ന് അൽസേഷ്യനാണ്. സ്വോത്രം. മാനസാന്തരപ്പെട്ടോ ബന്ധിക്കോശാൽ. 2-ാമത്തെ കാര്യം യാഗപീഠം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത, പഴയകാലത്ത് ഇസ്രായേലിൻ്റെ പടിനിമത്തിൻ്റെ ആരാധന. കുഞ്ഞുങ്ങൾ മടങ്ങി വന്നാൽ ഒരു ഉടുപ്പിട്ടാൽ അവർക്ക് നല്ലൊരാഹാരം കിട്ടിയാൽ യഹൂദൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ യാഗപീഠം വല്ലയിടത്തും ഉണ്ടോ? സന്തോഷമില്ലല്ലോ. हिंदीकार भाषा पर इधर ज़्यादा हिंदी वाला आ गया इसलिए थोड़ा हिंदी में बात करेगा, कोई तकलीफ नहीं। हिंदीकार भाषा पर ऊपर वाला को हम लोग मदद किया, एक अच्छा वाला घर हमको दिया। संतोष ले लो। ये घर में 4 कमरा है, हम बाबा मामा के 2 बच्चा है, 2 बच्चा एक कमरा में, बाबा मामा एक कमरा में। भाई कपड़े ഒട്ടിയേലി മാന്തിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. ഒറ്റ വീട്ടിനകത്ത് സന്ധ്യ പ്രാർത്ഥനയില്ല, പച്ചക്ക് ലൈവ് പോയാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ദൂരോട്ട് എന്ന് പ്രസംഗിക്കുക, സൈമച്ചാൻ ചിലപ്പോൾ ഉടുപ്പേ പിടിച്ചാണ് സ്വോത്രം. അതുകൊണ്ട് നാട്ടുകാർ ഇന്ന് രാത്രി സ്ഥലം വിടുക, ഇന്ന് രാത്രി പച്ചയ്ക്ക് പറയുക, പെന്തിക്കോസുകാരെ തന്നത് തിരിച്ചെടുക്കാൻ ദൈവത്തിനറിയാം. സ്വോത്രം. ഞാൻ കേട്ടപ്പോൾ കർത്തൃദാസം കുവൈറ്റിൽ എന്നത് 1990 ലോകസ്ട്രിയൻ പഠിച്ചത്. ഒരു രാത്രി കൊണ്ടാണ് സദാം ഹുസൈൻ കുവൈറ്റിലോട്ട് കയറിയത്. കുവൈറ്റിലെ അറബികളുടെ പ്രത്യേകത, അവന്മാർ നല്ല കാശുകാരായിരുന്നു. പച്ചയ്ക്ക് വഴിയേ പോകുന്നവൻ്റെ തലയിൽ കുപ്പി വരെ എറിയുമായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി സദാം ഹുസൈൻ കയറിയപ്പോൾ ഷെവർലോട്ടിനകത്ത് കറങ്ങി നടന്ന അറബിയെ
6-ാം പക്കം ഒരു നേരത്തെ ബ്രെഡിനും വെള്ളത്തിനും മരുഭൂമി ക്യൂ നിന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാലത്ത് വീടും കൂടും ഈ നടക്കാൻ നല്ല വസ്ത്രവും ഹല്ലേലൂയ നല്ലൊരു കെട്ടിടവും കട്ടിലും ഇല്ലാത്ത കാലത്ത് ഏതൊക്കെയോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും തൻ്റെ മക്കൾക്ക് പട്ടിണി വരുതെന്ന് പറഞ്ഞ് പായ്ക്കകത്തിരുന്ന് കരഞ്ഞത് കൊണ്ട് മക്കള് ഇന്ന് പെന്തിക്കോസുകാരൻ നിനക്ക് 2 നില വീടും ടൊയോട്ട വണ്ടിയും കിട്ടിയത്. വന്ന വഴികൾ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. സ്വോത്രം. ഇന്ന് രാത്രി വീട്ടിൽ അധികം പ്രാർത്ഥനയില്ലേലും വേണ്ടിയല്ല, സന്ധ്യയ്ക്ക് ഒരു സങ്കീർത്തനം വായിച്ച് ഒരു വാക്ക് പാട്ടുപാടി എൻ്റെ കുഞ്ഞുങ്ങളെ കാത്ത ദൈവം, വിദേശത്ത് മക്കളെ കാത്ത ദൈവം, എൻ്റെ സഭയെ കാത്ത ദൈവം, എൻ്റെ ദൈവദാസനെ കാത്ത ദൈവം, എൻ്റെ കൂട്ടുവേലക്കാരെ അനുഗ്രഹിച്ച ദൈവമെന്ന് പറയുവാൻ പായിട്ട് പ്രാർത്ഥിക്കുവാൻ കരുത്തുറ്റൊരു സമൂഹം വെൺമണി 2024 ക്രൂസൈഡിൽ എഴുന്നേക്കട്ടെ. സ്വോത്രം. പണ്ടത്തെ പോലെ ക്രൂസൈഡ് അല്ല വലുത് മക്കളെ, അനിലിവിട്ടിരിക്കുന്ന ഞങ്ങളുടെ പാട്ടല്ല വലുത്. ഇന്ന് രാത്രി പ്രാർത്ഥന. ഇയ്യോബ് ഹല്ലേലൂയ സാത്താനൊന്ന് സന്ദർശിച്ചു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇയ്യോബിനെ സന്ദർശിച്ചിട്ട് സാത്താൻ വിസിറ്റ് ദുബായി പോകുന്നപോലെ പോയി. സ്വർഗം ചോദിച്ചത് ഇവിടെ ക്രൂസൈഡ് നടന്നതല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ പേർ. അമ്മച്ചി ആരും കണ്ടില്ലെങ്കിൽ അമ്മച്ചി അറിയുന്ന ഒരു ദൈവമുണ്ട്. സഹോദരൻ ആരും ഇവിടെ വിലമതിച്ചില്ലല്ലോ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്വോത്രം. അതുകൊണ്ട് പ്രാർത്ഥന മടങ്ങി വരട്ടെ. കണ്ടോ അവിടെ ഒരു സംഭവം നടന്നു. ഇവിടെ ഉച്ചയ്ക്ക് 2 ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗവും വന്നു. അവരാച്ചാൻ അവരെ കണ്ട ഉടനെ ഇതാ പ്രോമിസ് ഇന്ന് രാത്രി കേട്ടോണം. ആ 2 ദൂതന്മാർ വന്ന് അവരാച്ചാൻ ഈ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് സ്വർഗത്തിന് വെള്ളം കൊടുത്തു. ഒന്നേ സാറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് സഹോദരി? സാറാമ്മ പറഞ്ഞു, ഇവിടെ നല്ല 3 മാവുണ്ട്, കുഴയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സാറാമ്മ ഒരു കുഴപ്പ് കുഴച്ചു. അതാ കുബൂസ്. സന്തോഷമില്ലല്ലോ, തിന്നവരും ഹല്ലേലൂയ പറയുന്നില്ല. സ്വോത്രം. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയ സാറാമ്മയെ. സ്വോത്രം. ഉടനെ അവർ അച്ഛൻ എവിടെ പോയെന്നറിയാമോ? തൊഴുത്തിൽ പോയി നല്ലൊരു മട്ടനെ കട്ട് ചെയ്തു. സ്വോത്രം. ഒരു മട്ടൻ കറി ഉണ്ടാക്കി. അന്നേരം ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? പന്തളത്തെ ഹാർവെസ്റ്റും അല്ല, ചെങ്ങന്നൂർ മോഡേനും അല്ല, അവറാച്ചായനും അമ്മാമ്മയും. സ്വോത്രം. ഇപ്പം എത്ര പ്രായം ഉണ്ടെന്നറിയാമോ? അവറാച്ചാൻ്റെ ഒരു വടിയുണ്ട് 99. ഇപ്പം പേശിയൊക്കെ തളർന്ന് വിക്സ് വിട്ട് ഞങ്ങളുടെ കണക്ക് തൊണ്ടയൊക്കെ പരിപരായി ഇങ്ങനെ നിൽക്കുക. സാറാമ്മ 89. ദൈവത്തിൻ്റെ ദാസന്മാർ ചോദിച്ചു, അബ്രഹാം സാറാ എന്താ വിശേഷം എന്ന് ചോദിച്ചു. അബ്രഹാം പറഞ്ഞു, എന്താ വിശേഷം? നിങ്ങൾ എന്നെ വിളിച്ചിറക്കി എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നല്ലോ, വീട്, കാറ്, കമ്പ്യൂട്ടർ, എനിക്ക് മക്കളെ തരാം, തലമുറയെ തരാം, എല്ലാം തരാം. ഇപ്പം ദാണ്ട് ഒരു കുടിലുമുണ്ട്, ഒരു യാഗ വീടുമുണ്ട്, ഞാനും ഈ തള്ളയുണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. സ്വർഗം പറഞ്ഞു ഭാരപ്പെടേണ്ട മറുപടി ഉണ്ട്. സ്വോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, അബ്രഹാമെ വിഷമിക്കണ്ട, നാളെ ചെങ്ങന്നൂരിൽ പുതിയതായിട്ട് റിലയൻസിൻ്റെ സ്മാർട്ട് പോയിന്റ് വന്നിട്ടുണ്ട്, ഇന്ന് കട്ട കുടിച്ച് കിടന്നുറങ്ങുക, നാളെ പോയിട്ട് ഒരു തൊട്ടി 3 കിലുക്കും മേടിച്ചോണമെന്ന് പറഞ്ഞു. സ്വോത്രം. അബ്രഹാം ഞെട്ടിപ്പോയി. സ്വോത്രം. സാറ കൂടാരത്തിൻ്റെ വാതക്കൽ നിന്ന് മറിഞ്ഞെന്ന് തിരിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞു. സാറ ദൈവത്തിൻ്റെ ദാസന്മാർ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര സായിപ്പ് കുറച്ച് കാശ് കൊണ്ടുപോയി, ബിലീവേഴ്സുകാർ കുറച്ച് കാശ് കൊണ്ടുപോയി, ലൈഫ് ലൈനിലെ പാപ്പച്ച കിട്ടാവുന്ന മൊത്തം അടിച്ചു. സ്വോത്രം. ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്നവർക്ക്, ഇന്ന് രാത്രി നിൻ്റെ പ്രായം എത്രയായാലും, ദിനങ്ങൾ എത്ര കടന്നു പോയാലും, നീ വാക്കിംഗ് സ്റ്റിക്കിനകത്ത് നിന്നാലും, സിസ്റ്റേഴ്സ് ഇന്ന് രാത്രി ശ്രദ്ധിക്കാൻ, നിന്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടായാലും, ഫലോപ്പിയൻ ട്യൂബിനകത്ത് ടിസ്റ്റ് ഉണ്ടായാലും, ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ നല്ല ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അബ്രഹാമിൻ്റെ കുടിലിനകത്തിറങ്ങി 1 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കുക ദൈവത്തിൻ്റെ ഭക്തന്മാരിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആശുപത്രി നിനക്കെതിരായിരിക്കും, ഗൈനക്കോളജി നിനക്കെതിരായിരിക്കും, ഇന്ന് രാത്രി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ഫെയിലുവർ ആയിരിക്കും. എന്നാൽ ഇന്ന് രാത്രി 2024 വെൺമണി ക്രൂസൈഡിൽ പറയണം, എന്നെ സാത്താനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് ഈ രാത്രി കരമുയർത്തുവാൻ കഴിയും? എന്നെ സാത്താനാക്കുന്നവൻ മുഖാന്തരം ഈ രാത്രി ഞാൻ സകലത്തിനും മതിയായവനാ. സ്വോത്രം, സ്വോത്രം. വചനമകത്ത് കയറിയാൽ ഇന്ന് രാത്രി ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ബ്ലഡിന്റെ കൗണ്ടിനെ മാറ്റുവാൻ. ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാം. ഈ ആരാധന നടന്നു തീരുമ്പോൾ നിന്റെ ബ്ലഡിൻ്റെ കൗണ്ടിൻ്റെ കണക്കുകളെ മാറ്റുക. ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കര ഇന്ന് രാത്രി ഇറങ്ങി വരുക. സഹോദരി, ഇന്ന് രാത്രി പറയണം, യൂട്രസിനകത്ത് അനേക സിസ്റ്റ് കാണും. മേ ബി ഫൈബ്രോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഫലോപ്പിയൻ ട്യൂബിനകത്ത് ടെസ്റ്റ് കാണും. ഒരു കീ ഹോൾ നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വേണം, 2024 സ്വർഗത്തിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ വച്ച് എന്നെ ഒരു കീ ഹോൾ നടത്തി തരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പറയണം മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന കർത്താവിൻ്റെ കാര്യം 2024 എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം വിശ്വസന. പിന്നെ ഒരു തലമുറയെ കൊടുത്ത് ആരെ കൊടുത്തു? ചിരിയുടെ സന്തതി. ഇന്ന് രാത്രി
19 18 പ്രോമിസുകൾ മരിക്കുന്നില്ല. കരമുയർത്തണം. ഇറാഖിൽ വെച്ച് പറഞ്ഞത് കനാനിലല്ല, മമ്രയുടെ തോപ്പിൽ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പറയണം, വിശ്വസ്തനായ ദൈവം ഇന്ന് രാത്രി എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർ കേട്ടോ, വെളിപ്പാടിലേക്ക് വരിക. ഒരപ്പനും അമ്മയും എന്താ കൊടുത്ത്? ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ വെള്ളം. പാസ്റ്റർമാർ മറക്കും, സെൻറ്റർ മറക്കും, കേന്ദ്രം മറക്കും, എന്നാൽ മറക്കാത്ത ഒരുവൻ്റെ ക്യാമറ സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം ശ്രദ്ധയോടെ. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചട്ടവാറേൽക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും പട്ടിണി മൂലം മരിച്ചില്ല. എന്താ കാര്യം? സ്വർഗത്തിലെ ദൈവം അവർക്ക് മാറയെ പിളർന്ന് മധുരജലത്തെ കൊടുത്തു. വചനം പഠിച്ചുകൊണ്ട് ഇറങ്ങാവും. 2, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന്, ഉദരച്ചങ്ങടി തുറന്ന് മന്നയെ ദൈവം കൊടുത്തു. ഇവിടെ വെൺമണിയിൽ ഒരു വീട്ടിനകത്ത് ഒരു വിരുന്നുകാർ വന്ന സഹോദരി കോഴിയെ തുറന്ന് വിട്ട് പിടിക്കണമെങ്കിൽ 4 മണിക്കൂറും 4 പറമ്പ് ഇറങ്ങണം. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനം വാതിൽ തുറന്നപ്പോൾ ആട്ടുപച്ച ദർവാദ കോളിനെ കട്ടായി 8 കിലോ മുറുകി കടാഹെ തടക്ക കാട. പക്ഷേ ആരാ? സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത, ഒരു സ്വോത്ര കാഴ്ച കൊടുത്ത, നിന്റെ തലമുറകൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ആരൊക്കെ മാറിയാലും ഇന്ന് രാത്രി മാറാത്തവൻ്റെ കാര്യം നിന്റെ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്നവർക്കായി കരമുയർത്തി പറ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ദൈവത്തിൻ്റെ നാമത്തിനിറങ്ങി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒരു നന്മ കൊടുത്തെങ്കിൽ എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുക. ഈ രാത്രി അബ്രഹാമിൻ്റെ കുടിലിനകത്ത് ഇറങ്ങിയ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. രാത്രി പറ, ദർശനത്തിന് ഒരു അവധിയുണ്ട്. യോഹന്നാന് വേണ്ടി കൊടുത്ത 3ാമത്തെ ശിക്ഷാവിധി, അവനെ നാട് കടത്തുക. എവിടെ? പത്മോസ്. ഇനിയെല്ലാം വചനത്തിലേക്ക്, പ്രവചനത്തിലേക്ക്. ഇന്നത്തെ പത്മോസ് എവിടെ? ഗ്രീസിൻ്റെ തലസ്ഥാനം. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. അവിടെ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അവിടെ 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാ തേംസതി. തേംസതിക്കകത്തൊരു ദ്വീപുണ്ട്, അതിൻ്റെ പേരാ പത്മോസ്. 16 നീളം, 10 കിലോമീറ്റർ വീതി. അമേരിക്കയിലെ ഗുണ്ടനാമോ ക്യൂബയിലേക്ക് കുറ്റവാളികളെ കടത്തുന്നത് പോലെ അന്നത്തെ കാലത്ത് റോം യുദ്ധക്കുറ്റാളികളെ കടത്തുന്ന സ്ഥലമാ പത്മോസ്. ഈ 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനെ ഒരു യാനത്തിനകത്ത് കയറ്റി നേരെ ഇവിടെ വിട്ടു പത്മോസിലേക്ക്. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു. 5 കാര്യങ്ങൾ പത്മോസിൽ. 1, ആകാശം വിട്ട കരിമ്പന. 2, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ. 3, അസ്ഥിക്കഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്. 4, മുമ്പേ വന്നവരുടെ തലയോട്ടിയുടെ ദുർഗന്ധം. 5ാമത്തെ കാര്യം പാറക്കൂട്ട്. അപ്പച്ചൻ വിചാരിച്ചു ഞാനിവിടെ മരിക്കാൻ പോവുകയാണ്. എന്നാലും കാലുവരി ദർശനം കണ്ടവൻ അന്ത്യദിനത്തിലും ഒന്ന് മുട്ടുമടക്കി. അമ്മച്ചേ, ഈ രാത്രി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അച്ചായ, അവരുടെ മുഖം വെൺമണിയിൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്തേ പോകാവൂ. അവൻ കണ്ട ദർശനമായി 7 പൊൻനിലവിളക്കൾ നടുവിൽ നിലങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ഒരു കരം തൻ്റെ മേലിറങ്ങി. ആദ്യനന്ത്യൻ, ആൽഫാവോമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ തക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്. ഇപ്പോഴുള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. അപ്പോക്കാലിപ്സ്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തുപോയി. സ്തോത്രം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3, ആസിയയിലെ 7 സഭ. 4, സഭ ഇവിടെ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ. 5, പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6, കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12, ആൺകുട്ടി സിംഹാസനത്തിൽ. 13, ഒരുവൻ ലോകഭരണം. മൈക്രോ ചിപ്പ്. കടക്കാം. ഇനി വന്ദേ ഭാരതല്ല, കമ്പ്യൂട്ടറിലേക്ക് മെമ്മോ പോകുന്നതിൽ വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1, ദൂതന്മാരുടെ യുഗം. 2, നിൽക്കൽമക്ഷ യുഗം. 3, മനസാക്ഷി യുഗം. 4, ന്യായപ്രമാണ യുഗം. 5, സങ്കലന യുഗം. 6, കൃപായുഗം. സ്തോത്രം. കുഞ്ഞുങ്ങൾ പാടാറുണ്ട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിൽ 3 സംഭവങ്ങൾ നടക്കും. 1, ദൈവസഭ എടുക്കപ്പെടും. ദൈവസഭ എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണം. ഒരു നാടൻ മലയാളം 1 മിനിറ്റ് കടമെടുത്തെങ്കിലും നമ്മുടെ വെൺമണിയിൽ ഒരു സഹോദരി ഉണ്ട്, ചിന്നമ്മ ശിശു. സ്തോത്രം.
സ്വതന്ത്രം. ഈ വെൺമണിയിലെ ഗ്രാമപഞ്ചായത്തുകാർ 20 ബ്ലോക്കുമായിട്ട് 40 കോഴിക്കുഞ്ഞിനെ കൊടുത്തു. 20 കോഴിക്കുഞ്ഞുങ്ങൾ ഒരു കൂട്ടിനകത്ത് പഴയ കൂടലല്ലോ, ഇപ്പം ഗ്രിൽഡ് കൂട. അങ്ങനെ ഇരിക്കുമ്പോൾ ചവറയിൽ നിന്നൊരു പയ്യൻ രാവിലെ മീൻ കൊണ്ടുവരും. കുറേ നാൾ ട്രോളിംഗ് ആയിട്ട് അവനെ കാണാനില്ല. ഒരു സുപ്രഭാതത്തിൽ ട്രോളിംഗ് കഴിഞ്ഞപ്പോൾ അവൻ PPP ആയിട്ട് വന്നത്. ചിന്നമ്മ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി നല്ല മീനുണ്ട്, നെത്തോലിയുണ്ട്, ഇത് നല്ല സൂപ്പറാ, നല്ല കാൽസ്യമുള്ള നെത്തോലിയ, അതുകൊണ്ട് മുട്ടുവേദനയൊന്നും വരത്തില്ല, വളരെ വില കുറവാണ്. 200 രൂപയ്ക്ക് 2 ചട്ടി മേടിച്ചു. നാടൻ മലയാളം. മകൾ ജ്യോതിയുണ്ട്. രാവിലെ അല്പ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കില്ല. ചട്ടി 2 മേടിച്ചു വെച്ച് ചപ്പാത്തി കടലക്കറിയും ഉണ്ടാക്കി. 10 മണിയായപ്പോൾ അമ്മയും മകളും ഭക്ഷണം കഴിച്ചു. മകളോട് പറഞ്ഞ് നമുക്ക് ചട്ടിയുമായിട്ട് പുറത്ത് പോയി മീൻ നന്നാക്കാം, ലാസ്റ്റ് കോഴിക്കുച്ചുങ്ങൾക്ക് തലയും കൊടുക്കാം. മകളും ഏറ്റു. 2 പേരും നന്നാക്കാൻ പോയി. താഴെ മീൻ ചട്ടി നോക്കിയപ്പോൾ അവരറിയാതെ ഒരു പുള്ളി മേളി വന്നു. സന്തോഷമില്ലല്ലോ. അവൻ്റെ പേരാ പരുന്ത്. സ്വോത്രം. അമ്മാമ്മ ഇതെല്ലാം വൃത്തിയാക്കി തല മാറ്റിയിട്ട് പരുന്തും മിണ്ടാതിരുന്നു. അമ്മാമ്മ ഇത് ഫ്രിഡ്ജ് വെക്കാൻ പോയി. ജ്യോതി കോഴിക്കുഞ്ഞനെ തുറന്ന് അതുവഴി മൊബൈൽ കുത്താനും പോയി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. പരുന്തൊറ്റ വരവ്. 3 കുഞ്ഞുങ്ങളെ ഒരു കാല്, 3 കുഞ്ഞുങ്ങളെ മറ്റേ കാല്. കോഴിക്കുഞ്ഞുങ്ങൾ വെൺമണിയിൽ നിന്ന് നിലവിളിച്ചു, കിയോ കിയോ. അമ്മമ്മ പെരയ്ക്കകത്തുനിന്ന് ഒറ്റ ചാട്ടം, കൊണ്ടുപോയേ. അതുപോലൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നത്. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് ഓഫ് ഐസ്. സഭയുടെ ഉൽപ്രാപണം. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ല. ഞാൻ അമേരിക്ക ലോക പ്രസിദ്ധനൊന്നുമല്ല, ഞാൻ റബ്ബർ തോട്ടത്തിന് പ്രസിദ്ധൻ, അനിലിനറിയാം. സ്വോത്രം. അതുകൊണ്ട് കേട്ടോണേ, അമേരിക്കക്കാരൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഇട്ട് ജാമേ ജീസസ് ബിലീവർ. എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? വരുന്ന പാസഞ്ചറോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കള്ള സ്റ്റിക്കർ അടിച്ചിരിക്കുക. നീ ഗുണപ്പെട്ടവനാന്നേ ഓക്കെ, അല്ലേ ഞാൻ പോയാൽ നീ പരിപാടിയാന്ന്. സ്വോത്രം. അമേരിക്കയിൽ തീർന്നില്ല. ചെങ്ങന്നൂർ കൂടെ ഇഷ്ടം പോലെ മെമു പോകുന്നുണ്ട്. കൊല്ലം, എറണാകുളം ഞാൻ യാത്ര ചെയ്യുന്നത്. പണ്ട് മെമുവിനകത്ത് ഒരു ലോക്കേ ഉള്ളായിരുന്നു. ഇപ്പം മെമു എന്ന് നോക്കണം, 2 പേരിരിക്കുക. കാര്യം എന്താണെന്നറിയാമോ? ചെങ്ങന്നൂർ ആറ്റിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ ഒരു ലോക്കോ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോവാം. അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ട് താഴെ പോകും അമ്മമ്മേ. അതുകൊണ്ട് ആ ഫ്രണ്ടിനകത്ത് 2 പേരിരിക്കുന്നത്. ഇവിടെ നല്ല കാശുള്ള പാർട്ടികൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഇടയ്ക്ക് പ്ലെയിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കണം. അന്നേരം പന്തമാവി തത്തയിരിക്കുന്നതല്ല, 2 ഗ്ലാസ്സിൽ ഇരിക്കുന്നതാണ്. കിളിയെ നീലാഞ്ജനക്ക് പൈങ്കിളി. ആരാന്നറിയാം? പൈലറ്റ്. സ്വോത്രം. ഒരു പൈലറ്റല്ല. സ്വോത്രം. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനായി ഇപ്പോൾ ഇൻഡിഗോ പറത്തിക്കൊണ്ടിരിക്കുന്ന. സ്വോത്രം. അവൻ നേരെ ബാംഗ്ലൂരിൽ ചെന്നിട്ടായിരുന്നു. അടുത്ത കണക്ഷനിലൂടെ ഇപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് 2 പേരാണ്. ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, എൻ്റെ അങ്കിളെ ഇന്ത്യക്കാർ പറഞ്ഞു 2 പേര് വേണമെന്ന്. യവൻ രക്ഷിക്കപ്പെട്ടവനാ. മംഗലാപുരം കടലിൻ്റെ മേളിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ 130 മാരുമായിട്ട് കാകളം കേട്ടാൽ ഡോർവാട്ടും ബാക്കി 130 പറവും വെള്ളത്തിൽ വീണോലെ കിടക്കുമെന്ന്. സ്വോത്രം. അയ്യോ പെന്തിക്കോസ്തുകാര്. അമേരിക്ക സ്റ്റിക്കർ, ട്രെയിന് 2 ലോക്കോ, പ്ലെയിൻ്റെ മുമ്പ് 2 പൈലറ്റ്. കൊയ്ത്തും പലശേഖരവും കഴിഞ്ഞ് ബാക്കി മിണ്ടുന്നില്ല. ഇനി വന്നില്ലല്ലോ ഞാനോ. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാല സംഭവം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ലോകം ഒരുവൻ ഭരിക്കണം. 1 സഭയുടെ ഉൽപ്രാപണം. ഇനിയെല്ലാം പ്രവചനം. സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞാൽ ഒരന്തിമ യുദ്ധമുണ്ടാകും. അതിൻ്റെ നാന്ദി റഷ്യ ഉക്രൈൻ തീരത്തില്ല. ബൈബിളിനകത്തുണ്ടോ? ബൈബിൾ തുറന്നിരിക്കണം. എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. മാഗോഗിൽ നിന്ന് മാറിയതാ ഗോഗ്, അഥവാ ഇന്നത്തെ റഷ്യ. രോഷ് റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗ്, ഞാൻ നിനക്ക് വിരോധമായി 2 വർഷമായി ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് വിരോധം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് താടിയലിൽ 6 ചൂണ്ടൽ കൊടുത്ത് ശേഷിപ്പിക്കും. അതാ ഉക്രൈൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ. 6ാമത്തെ കൺട്രിയ USSRൻ്റെ ഉക്രൈൻ. അതുവഴി നിന്നെ എവിടെ കൊണ്ടുപോകും? വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ ഇരുത്തും. കരമുയർത്തിയാട്ടമ്മേ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി 2 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ നടക്കുക. ഗർഭിണിയെ ഇവിടെ കേംചെറിയാൻ്റെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഗൈനക്കോളജി നോക്കിയിട്ട് അയണും പോളിക് ആസിഡും കൊടുക്കും. പിന്നെ എത്ര സ്കാൻ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഡെലിവറി ആവുന്ന കര ഉയരുന്നില്ലല്ലോ. അതാ യേശു പറഞ്ഞ് ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന്. സ്വോത്രം. അതെല്ലാം ഇസ്രായേലിലേക്കാണ് പോകുന്നത്. ഒരു 4 ദിവസമെങ്കിലും പ്രസംഗിച്ചാലേ തീരും. അതുകൊണ്ട് 2ാമത്തെ കാര്യം, അങ്ങനെയെങ്കിൽ 1 സഭയുടെ ഉൽപ്രാപണം, 2 അന്തിമയുദ്ധം. ലോകം തീരത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:3-4-5. ബൈബിൾ തുറന്നിരിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. കർത്താവിൻ്റെ വരവിൻ്റെ 4 ചാലുകൾ സജുചാത്തന്നൂരിലോ യേശു പറഞ്ഞു. മത്തായി 24:32-33-34 വിത്ത് ബൈബിൾ റെഫറൻസ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തിളക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. അതാ എല്ലാ ദിവസവും മനോരമ, ഇന്നത്തെ മനോരമയിലുണ്ട്. ഇസ്രയേൽ ഇല്ലാത്തൊരു ദിവസം ഇനി കാണത്തില്ല. ലോകരാജ്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ
ഒരുവൻ രംഗപ്രവേശം ചെയ്യണം. ഞാനല്ല, 2009. ഇനി ചെറുപ്പക്കാരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മച്ചിമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കും കാര്യം പിടിയിട്ട്. 2009 UN ഒരു പ്രമേയം വന്നു, ലോകം ഒരുവൻ ഭരിക്കണം. കേട്ടോണം. അടുത്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ G20 ഉച്ചകോടി നടക്കുക. G20 ഉച്ചകോടി നടക്കുമ്പോൾ നിർമ്മല സീതാരാമൻ, സുന്ദരിയായ ഇന്ത്യയുടെ ധനമന്ത്രി, പറഞ്ഞു, ഇനി നമ്മളെ കൊണ്ട് ലോകത്തെ ഭരിക്കാൻ പറ്റത്തില്ല, ഒരുവൻ ലോകം ഭരിക്കണം. അതിൽ ഇംഗ്ലീഷ് ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പിലേക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം. ബൈബിളിനകത്ത് 2 പ്രവചനങ്ങൾ. പഴയ 27 ദാനിയേൽ, ബാബേൽ പ്രവാസം. പുതിയ 27 പത്മോസ്. വായിച്ച് സഹായിക്കാം അമ്മേ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. ബൈബിളെ അവരും എടുക്കണം. അമ്മ സഹായിച്ചത്. ദാനിയേൽ 8, 23, 24, 25 വായിച്ച് സഹായിക്കാം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. ലോക രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കാൻ പോകും. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാലല്ല താനും. അതിശയകരമാം അങ്ങനെ ഒരു ഭരണാധികാരി വരും. ഏക ലോക ഭരണം. ഇത് ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. കൃത്യമായിട്ട് പറയാം, ന്യൂ വേ വേൾഡ് ഓർഡർ. അതുകൊണ്ട് ദാനിയേൽ എടുത്തത് അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ രാജാക്കന്മാരുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. പിൻപിൽ അവൻ കൊടുക്കാൻ പോകുന്നത് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ, മൈക്രോ ചിപ്പ്, ഇതിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാടിനകത്ത് യോഹന്നാൻ ദൈവസഭ എടുക്കണം. 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ലോകത്തെ ഭരിക്കാൻ വരുമോ? ഇനി അമ്മമ്മ വായിച്ച് സഹായിക്കണം. നല്ല പഠന രൂപത്തിൽ വെളിപ്പാട് 13:1-2 എലോൺ മസ്കിലേക്കാണ് ഞാൻ പോകുന്നത്. വെളിപ്പാട് അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണനാമം ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം അമ്മേ. ഇത് എല്ലാം പ്രവചന ഭാഷ. അപ്പോൾ വളരെ ക്ലിയർ ബൈബിൾ. എപ്പോൾ മലയാളത്തിൽ നിങ്ങൾ ചോദിക്കും, അതിൻ്റെ മറുപടി ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ കമ്മിങ് ന്യൂ വേ വേൾഡ് ഓർഡർ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൽ ഒന്നാമത്തെ കാര്യം 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? കേട്ടോണം. ഇതിൻ്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. ചെറുപ്പക്കാർക്ക് സംശയം വരും. 2001 യൂറോപ്യൻ യൂണിയൻ വന്നത്. അതിൽ 28 രാജ്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ 12 പേർക്ക് വോട്ടവകാശമുള്ളൂ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. ഓൺലൈൻ കാണിച്ചാട്ട് പടി അടച്ച് ബ്രിട്ടൻ. ദാണ്ട് 12-ൽ 1 പോയില്ലയോ? അതുകൊണ്ടല്ലയോ ഇന്ന് വെൺമണിയിലെ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു? ബക്കിംഗ്ഹാം, കരം ഉയരുന്നില്ലല്ലോ. വെയിൽസ്, ലേറ്റൺ, അത് കഴിഞ്ഞിട്ട് ലണ്ടൻ തെരുവ്. സന്തോഷമില്ലല്ലോ അമ്മമ്മ? സ്വത്രം. എത്ര പിള്ളേർ പോയി? 12 ഒരുത്തൻ ചാടിയിട്ടാണ് പോയത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച്, അറിയാത്തൊരു നമ്പർ, സ്വത്രം, ഒരു വിദേശ രാജ്യത്തെ നമ്പറാണ്. ഞാനും വിചാരിച്ച് കോള് വല്ല പൈസ വല്ലതോ. അന്നേരം അവ എന്നെ വിളിച്ച് ചോദിക്കുക, സാറിന് എന്നെ ഓർമ്മയുണ്ടോന്ന്? സ്വത്രം. ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് കൈകാര്യം ചെയ്തുകൊണ്ട് അത്ര ഓർമ്മയില്ല. ഞാൻ ചാത്തന്നൂർ ഇന്ന ട്യൂട്ടോറിൽ പഠിച്ച പയ്യനാണ്, കുട്ടിയൻകാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനിപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പോൾ അവൻ പറയാന്നേ, മെലീത്ത ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ? കരമുയരുന്നില്ലല്ലോ? മെലീത്ത ദ്വീപ് ഏതാണെന്നറിയാമോ? മാൾട്ടാ ദ്വീപ്. സ്വത്രം. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ കട്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണിച്ചാൽ. ഞാൻ ഇവിടെ വന്നിട്ടില്ല സമുദ്രത്തിൻ്റെ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് സ്ഥലമില്ലെന്ന്. സ്വത്രം. കർത്താവ് വരാറായോ? മാൾട്ടാദ്വീപ് വരെ മലയാളി എത്തിയെന്ന് തട്ടുകടയപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. സ്വത്രം. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്നിട്ട് സ്നേഹത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഭാഷമാരല്ലയോ കവർന്ന് താല്പര്യം. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ പഠിപ്പിച്ചാൽ നീ ഇപ്പോൾ എംകോ ഒക്കെ കഴിഞ്ഞില്ലേ, നല്ല കാൽവറിയിലെ കള്ളം നിറഞ്ഞ പോലെ രാജ്യത്തെ പാർക്കുമ്പോൾ എന്നെയും മണിയോടെ ഓർക്കണേന്ന്. സ്വത്രം. എല്ലാം ശരിയാക്കാന്ന്. സ്വത്രം. മാൾട്ടാദ്വീപിൽ പോയിട്ട് മലയാളി വിളിച്ചെന്ന്. സന്തോഷമില്ലല്ലോ? സ്വത്രം. മനുഷ്യൻ എവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്ക്. 11-ൽ 12-ൽ 1 പോയി, 11ആയി. ഇനി ഒരു രാജ്യവും കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. 10 കൊമ്പ്. സ്തോത്രം.
കാലം അന്ത്യദിനത്തിലെത്തി. ആരാ 7 തല? ശ്രദ്ധയോടെ ഇരിക്കണം. ഇറ്റലിയിലെടുത്ത് ടൈബർ നദി, ടൈബർ നദിയെടുത്ത് 7 മലയുണ്ട്: ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, ആസ്കലൻ, ജാനിക്കുലൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിംഹാസനമുണ്ട്, കത്തോലിക്ക സഭയുടെ. അദ്ദേഹം ഒന്നുമല്ല, ആൻറ്റി ക്രൈസ്റ്റ്. അതിൻ്റെ പിന്തുണ 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. 10 ലോകരാജ്യങ്ങൾ ഇവരെ അംഗീകരിക്കും. അതിനാസ്പദമായി പറഞ്ഞു തരാം. നമ്മുടെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു, പിണറായി വിജയൻ. കൂടെ വീണ ജോർജുണ്ട്, ബാലഗോപാലുണ്ട്, രാജീവുണ്ട്, ഇവിടുത്തെ ചെങ്ങന്നൂർ സജി ചെറിയാൻ. ഇവരെല്ലാം ഇരിക്കുന്നുള്ള 10 രാജാക്കന്മാർ സപ്പോർട്ട് ചെയ്തൊരു ഭരണം വരും. അതിൻ്റെ പേരാ 10 കൊമ്പ് 7 തല, കൊമ്പുകൾ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. വായിക്കാം. അതാര്? അടുത്തത് പുള്ളിപ്പുലിക്ക്. വായിച്ചട്ടമ്മേ, അത് ഞാൻ കണ്ട മൃഗം എന്നെങ്കിലേ പ്രവചനം പഠിപ്പിക്കാൻ പറ്റും. പുള്ളിപ്പുലി ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അടുത്തത് അതിന്റെ കാല് കരടിയുടെ കാൽ പോലെയും. ദാര്യാവേശും കോരശും തലമുണ്ടിടാത്ത പെങ്കൊച്ചുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഇറാൻ. അടുത്തത് സിംഹത്തിന്റെ വായ് പോലെ. IS-ന്റെ വീരന്മാർ, ഇറാഖ് തലയിറക്കുന്ന നായാട്ട് വീരന്മാർ, അതാ ഇന്ന് കാണിക്കുന്ന ഇറാഖ്. അടുത്തത് അതിന് മഹാസർപ്പം. ഏതനി കണ്ട കുഞ്ഞു പാമ്പ് മഹാസർപ്പം. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. That means English we are saying muscle power, മണി പവർ, ക്രൗൺ പവർ മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് പോകും. അതായി കോവിഡ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കറൻസികൾ പോലും മാറുന്നത്. അങ്ങനെയെങ്കിലും ഒരുവൻ ലോകം ഭരിക്കുമോ? പണ്ടത്തെ കാലത്ത് ആര് പറഞ്ഞാൽ വിശ്വസിക്കും? ഒരുവൻ ലോകം ഭരിക്കുമോ? നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി കടന്ന് ബുദ്ധിമുട്ടുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3.5 കോടി ജനത്തെ ഭരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ 7 ഭൂഖണ്ഡം, 260 രാഷ്ട്രം, 262, 850 കോടി എവരെ ഒരുവൻ എങ്ങനെ ഭരിക്കും? ഒരു 10 കൊല്ലം മുമ്പ് സജു ചാത്തന്നൂരോട് വന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് എന്തോ തകരാറാണ്. പക്ഷേ ഇന്ന് ഒരുവൻ 800 കോടിയെ ഭരിക്കാൻ പറ്റും. അതിനായി ഒരു വല വന്നിട്ടുണ്ട്. ഏതാ വല? വെൺമണിയിൽ അമ്മാമ കിണറ്റിൻ്റെ മേളിയിടുന്ന വലയല്ല. ആ വലയുടെ പേര് ഇൻ്റർനെറ്റ്. കരമുയർത്താം, ലോകം ഒരുവൻ്റെ കയ്യിൽ. ചിന്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ മൊബൈൽ എല്ലാം www വൈഡ് വെബ്സൈറ്റ്. നിങ്ങളത് ഞെക്കാതിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിലിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് റെഡിയാകുന്നുണ്ട്. ലോകം ഒരുവൻ്റെ കയ്യിൽ വരുമോ? ആസ്പദമായി കമ്പ്യൂട്ടർ. 1945 കമ്പ്യൂട്ടറിൻ്റെ 1-ാം പതിപ്പ് അമേരിക്ക ഫിലാഡൽഫിയ. കേട്ടുകൊണ്ടിരിക്കണം ചെറുപ്പക്കാർ. 2-ാമത്തെ പതിപ്പ് 1961 അമേരിക്ക ഫിലാഡൽഫിയ. 371 അമേരിക്ക. 487 അന്നേരം കുളനട ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് P4. അതിനവർ GL ഇട്ട Pentium 4. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മുതിർന്ന തലമുറ. അന്ന് തൊട്ട് ഈ ട്രെയിന്, ചില പ്ലെയിന്, ബാങ്കിൽ വരെ കമ്പ്യൂട്ടർ വരുന്ന 1987. ആ കാലം കഴിഞ്ഞു. ഇന്ന് കമ്പ്യൂട്ടർ ഇവിടം വരെ എത്തി. കേരളത്തിൽ 5G വരെ. ലോകം ഒരുവൻ്റെ കയ്യിൽ. കമ്പ്യൂട്ടർ സമം 666. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാല A1, B2, C3, D4. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാലയിൽ ഒരക്ഷരത്തിന് 6ൻ്റെ നമ്പറായി. AR, B12, C18, D. അങ്ങനെയെങ്കിൽ അവർ W കൊടുക്കുന്ന 6-ന് 119ാമത് സങ്കീർത്തനം. വീട്ടിൽ പോയാൽ മതി, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം കണ്ണിക ആലേവ്, 2 ദാലത്ത്, 3 മേം. അതിൻ്റെ 6ാമത് എഴുതിയിട്ടുണ്ട്. വാവ്, W കറക്റ്റ് 666. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഈസിക്കൽ ടു 666. പോകുന്ന ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. എന്താ കമ്പ്യൂട്ടർ? COMPUTER. ഈ ഓൺലൈനിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണേൽ നോട്ട് വരെ ഞാൻ തരാം. കാര്യം ക്ലിയർ ആയിരിക്കണം. കമ്പ്യൂട്ടർ സമം 666. COMPUTER. C18, O90, M78, P90, U126, T120, E30, R108 666. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ്റെ കയ്യിൽ കിട്ടുമോ? ഇന്ന് രാത്രി വെൺമണി നടക്കുന്ന ഈ ക്രൂസേഡ് അമേരിക്കയിലിരുന്ന് കാണാം. കാര്യം റോബോട്ടിക് വയർലെസ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. കരമുയർത്താം, സ്വത്രം. ഇവിടെ ഇരിക്കുന്ന പരിപാടി സൈമച്ചാൻ ഒരു ലിങ്ക് കൊടുത്താൽ അമേരിക്കയിൽ കാണാം. നമ്പർ 1 ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത. 2-ാമത്തെ കാര്യം, ഇന്ന് രാത്രി വെൺമണിയിൽ ഒരു അമേരിക്കൻ അച്ചായൻ്റെ വീട്. ന്യൂയോർക്കിൽ ആ അച്ചായൻ ഇരിക്കുന്നത്. ഇവിടെ വീട് തുറക്കാൻ ബാബു ബ്രദർ ഏൽപ്പിച്ചേക്കുക. 7 മണിക്ക് വീട്ടിൻ്റെ മുൻപിൽ ഒരു ക്യാമറ. 7 മണിക്ക് ബാബു ബ്രദർ വീട്ടു തുറക്കാൻ വന്നപ്പോൾ അമേരിക്കയിലിരിക്കുന്ന നൈനാച്ചാൻ വിളിക്കുന്നു, ബാബു ബ്രദറെ ലെറ്റർ എടുക്കാൻ വന്നതാന്ന് തോന്നുന്നു. സന്തോഷമില്ലല്ലോ. ഇൻ്റർനെറ്റ്. 3-ാമത്തെ കാര്യം,
എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്ന ജിത്തും മുത്തും സ്വോത്രം. ഇവർക്ക് ഇപ്പം ചെന്നൈ ക്രിക്കറ്റ് കളി കാണാൻ പോകണം സ്വോത്രം. 40,000 രൂപ ചിലപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ പൈസയില്ല. ഒരു കാര്യം ചെയ്ത് കുളനടയിൽ നിന്ന് ഒരു മൊബൈൽ 1000 വായ്പ 300 രൂപയുടെ ചാർജും ചെയ്തു. ഇവിടെ വെൺമണിയിലോട്ട് വരുന്ന പാലത്തിൻ്റെ അവിടെ മരത്തെ കയറി ഒറ്റ ഞെക്ക് WW10 സ്പോർട്സ് ചെന്നൈയിലെ ക്രിക്കറ്റ് കളി അവരുടെ മൊബൈലിനകത്ത് കണ്ടു. മൂന്നാമത്തെ കാര്യം. 4 ഇന്ന് രാത്രി അടുത്ത കാര്യം. ഇവിടെ ഡോക്ടർ KM ചെറിയാൻ ഹാർട്ട് ഹോസ്പിറ്റൽ കേട്ടോണം, വളരെ ക്ലിയറായിട്ട് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നടക്കാൻ പോകുന്ന സംഭവം. KM ചെറിയാൻ ഹാർട്ട് ഹോസ്പിറ്റൽ. അവിടെ ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഒരു ബ്ലോക്ക്. ആ ബ്ലോക്കിനകത്ത് എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. രാത്രി എല്ലാം ശരിയാക്കി. ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഒരു സംഭവം, ഒരു ബ്ലോക്ക് കൂടെ. ഒരു സർജനേ ഉള്ളൂ. മറ്റേ സർജൻ വെല്ലൂർ CMC-യിലിരിക്കുക. ഈ രോഗി എന്തോ ചെയ്യാൻ പറ്റും? ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. സിസ്റ്റർ നേരെ എന്തോ ചെയ്യും? ഒരു ലൈവ് കൊണ്ടുവരും. രോഗി കിടക്കുന്നത് KM ചെറിയാൻ, കാണുന്നത് വെല്ലൂർ CMC. മൊബൈൽ വഴി കാര്യം ചെയ്ത് സർജറി കൊടുക്കും. താണ്ടേ സർജറി വിത്ത് 5G. ദൈവദാസന്മാർ കണ്ടാട്ടെ, ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോവാ 5G സർജറി. 5-ാമത്തെ കാര്യം, പെൺകൊച്ചുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവളുടെ ഭർത്താവ് കുവൈറ്റിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോള കമ്പനി. അവൾ കല്യാണം കഴിഞ്ഞ് 4-ാം മാസം പുള്ളിക്കാരൻ പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വിശേഷം. നേരെ പോയി. എവിടെ പോയി? നമ്മുടെ തിരുവല്ലായി പോയി. പുഷ്പഗിരി ഗൈനക്കോളജി കണ്ട്. അവർക്കൊരു സംശയം. പെൺകൊച്ചിട്ട് പറഞ്ഞാൽ 1000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. റേഡിയോളജി ചെല്ലാൻ പറഞ്ഞു. അപ്പനെ പുറത്ത് നിർത്തി. റേഡിയോളജി ടെക്നീഷ്യൻ അകത്തോട്ട് കയറി വയറ്റിനകത്ത് സ്കാൻ ചെയ്തപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തൊടുപ്പ്. മോളോട് ചോദിച്ചു, നിൻ്റെ ചേട്ടൻ അവിടെ? അവൾ പറഞ്ഞ് കുവൈറ്റില. മെയിൽ ID ഉണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ് മമ്മിയുടെ മൊബൈൽ കാണുന്നതോ നോക്കിക്കോളാൻ പറഞ്ഞു. മമ്മിയുടെ മൊബൈലിനകത്തുനിന്ന് ഒറ്റ ഞെക്ക്. പുഷ്പഗിരി ആശുപത്രിയിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിന് വയറും കയറുമില്ലാതെ കുവൈറ്റിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിൽ കണ്ടു. ലോകം വിരൽത്തുമ്പിൽ. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കരം ഉയർത്തിയാട്ട് മക്കളെ. അതിന് മുഴുവൻ വരണമെങ്കിൽ W. അതിനുവേണ്ടി കിടക്കാൻ മേലോൺ മസ്കിലേക്ക്. അങ്ങനെയെങ്കിൽ ബൈബിൾ ഇൻഡിക്കേറ്റഡ് വിത്ത് W. വിശുദ്ധ ബൈബിളിനകത്ത് ആൻറ്റി ക്രൈസ്റ്റിനോട് ചേർന്ന് 5W. അമ്മ വായിച്ച് സഹായിക്കണം. 1-ാമത്തെ W വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3. കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ബുക്ക് ഓഫ് റെവലേഷൻ കമ്മിങ് ആന്റിക്രൈസ്റ്റ് 5W ചാപ്റ്റർ 13. വായിക്കാം. വെളിപ്പാട് 13. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണപരമായ മുറിവ് സിറിയ. ഇന്നത്തെ കത്തുന്ന സിറിയ വരാൻ പോകുന്നത്. അതിന്റെ 1-ാമത്തെ W വൂണ്ട്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സകലം വിസ്മയത്തിന്റെ ഇംഗ്ലീഷ് അതിശയം വണ്ടർഫുൾ. ദാ കിടക്കുന്ന 1-ാമത്തെ W. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് IT എഞ്ചിനീയേഴ്സിനെല്ലാം നോട്ട് ചെയ്യാം. നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ. അടുത്തത് വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാര സമം ആരാധന. ഇംഗ്ലീഷ് വർഷിപ്പ്. 3-ാമത്തെ W ആന്റി ക്രൈസ്റ്റ്. അടുത്തത് 4. മൃഗത്തോട് തുല്യനാര്? അതിനോട് പൊറുവാൻ ആർക്ക് കഴിയും? അടുത്ത വാക്ക്. മൃഗത്തെ നമസ്കരിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതിന്റെ തുടക്കമാണ് നിങ്ങളുടെ ഗൂഗിൾ ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച. ബാക്കി പുറകെ പറഞ്ഞുതരാം. വോണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, ഹിസ് വേർഡ് ഈസ് കമ്മിങ് ടു യുവർ ഹെഡ്സ്. നിങ്ങളുടെ തലയിൽ ഇത് കയറാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചട്ടെ. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉലകം ഒരുവന്റെ കയ്യിൽ 42. 5-ാമത്തെ W വായിക്കാം. ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും സാത്താൻ ബോഷ്കും അവന്റെ അപ്പൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. 5-ാമത്തെ W വിശുദ്ധന്മാരോട് യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. 5W യുദ്ധം ചെയ്യുവാൻ സകല സകല അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഇവിടെ വളരെ സ്പീഡ് കുറഞ്ഞ് 5W കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ബൈബിൾ. നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്, നമ്പർ 4 വേഡ്, നമ്പർ 5 വാർ. അത് നടക്കണമെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം ലഭിച്ചു. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. വായിച്ച ആരുണ്ട്? കരം ഉയരുന്നില്ലല്ലോ. അതുപോലെ തന്നെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനിൽ ഇനി കാര്യം കേട്ടോണം. ദാണ്ടേ ചരിത്രം പിറന്നു. ദൈവദാസന്മാരും കണ്ടു. ഷിയ ആത്മാചാരനെ കണ്ട് മാർപ്പാപ്പ. ദാണ്ടേ ഇതാ അന്തിമയുദ്ധം നടക്കുന്നു. മാതാ അമൃതാനന്ദമയും
കത്തോലിക്ക സഭ പരമാധ്യക്ഷനും. 2, ഇനി നേരെ അബുദാബിയിലേക്ക് പോവാം, കേട്ടോണം. 3-ാമത്തെ കാര്യം, സിറിയയിൽ ഇസ്ലാമിൻ്റെ പള്ളിയിൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ, അവരോട് ഓർമ്മിച്ച് നമസ്കാരം സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. 4-ാമത്തെ സംഭവം, ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ എല്ലാവരും ഒടത്തും. സ്വോത്രം. 5-ാമത്തെ സംഭവം, പാത്രക്കി സഭയുടെ നേതാവും കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഐക്യമത്യപ്പെടുന്നു. ഐക്യം. 6-ാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളെല്ലാം ഗൾഫുകാരുണ്ട്, കാണണം. അബുദാബി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, രാജകീയം, ഓഷ്മളം. ഇതാരാ? ട്രംപ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ അബുദാബിയിൽ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 3 ദേവാലയങ്ങൾ അബുദാബിയിൽ. ഞാനല്ല, ക്ലിയർ ആയിരിക്കണം ബൈബിൾ പ്രവചനം. 1, ഒരു കോമ്പൗണ്ടിനകത്ത് ഇസ്ലാമിൻ്റെ മസ്ജിദ്. 2, ക്രൈസ്തവരുടെ പള്ളി, യഹൂദന്റെ സിനഗോഗെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് പോയാൽ പെന്തിക്കോസുകാർ അല്ലേലും വ്യാപരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കെ.എ. പ്രാസാർ ഉണ്ടായിരുന്നു, സ്വോത്രം പോയി. ടി.ജി. ഉമ്മച്ചമ്പാസ് ഉണ്ടായിരുന്നു, ജോർജ് ശാസ്ത്രി ഉണ്ടായിരുന്നു, അതിനുശേഷം കെ ഉണ്ടായിരുന്നു, സ്വോത്രം കെ ചെറിയാച്ചായി. അതിനുശേഷം ഇപ്പോൾ പോൾ ഗോപാലകൃഷ്ണനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. തോമസ് മാമൻ സാറിന് വയ്യാതിരിക്കുക. ഇനി ഞങ്ങളുടെ കാറ്റൂടെ പോയ ആർക്കും കർത്താവും വരണ്ട, സ്വോത്രം. വല്ലതൊക്കെ പഠിച്ചുകൊണ്ടാൽ മതി, സ്വോത്രം. വരുവാനുള്ളവൻ വരും, സ്വോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അബുദാബിയിൽ 3 ദേവാലയം ഉയരുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെളിപ്പാട് 6:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. എന്തിനു വേണ്ടി? ഇസ്രയേലിൻ്റെ ദേവാലയം പണിയുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരും. എന്നാൽ വെൺമണി ക്രൂസയിലിരിക്കുന്ന ദൈവമക്കൾ പറയണം, 2 ദേവാലയം ഭൂമിയിൽ കാണുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യഹൂദന് വേണ്ടി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒരു ദേവാലയത്തിൻ്റെ വഴിത്താര ഒഴുക്കുമ്പോൾ, അബുദാബിയിലും ബഹറിലും ഇന്ത്യയിലുമെല്ലാം വരുമ്പോൾ, ഒരു ദേവാലയത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ വഴി ഇവിടെ തുറക്കാൻ കാലമായി. എന്നാൽ അകത്തളത്തിന് ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവിടെ ആ ദേവാലയം ഉയരുന്നതിന് മുമ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങിയ പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട സഭയാ മണവാട്ടിയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വെൺമണിയേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിൻ്റെ ചില പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ബാക്കി കേട്ടോ, ബാക്കി കേട്ടോ, ബാക്കി കേട്ടോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറ് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ്റെ അടുത്ത് പറഞ്ഞെന്തോ, അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന്. സ്വോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടോ, എല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് എത്താൻ വഴിത്താരം. കണ്ട് ലാസ്റ്റ് മോനെ പിന്നെ ഇത് ക്ലിയറായിട്ട് കൊടുക്കണം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കൂടെ നിൽക്കുന്ന ആരാ? പ്രകാശാനന്ദ, അമൃതാനന്ദമ അമ്മച്ചി, ഭൂമി പറ്റി ആലഞ്ചേരി, കോലഞ്ചേരി, സകലതും ഉണ്ട്. ഇനി 2 പേരെ പാനുള്ളു. 1 പെന്തിക്കോസുകാരും 2 CSIക്കാരും. ഞങ്ങൾ പാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കവർ വന്നിട്ടില്ല. ഞങ്ങൾക്ക് കവർ വന്നാൽ ഞങ്ങൾ പോവും. അന്ന് എൻ്റെ കാന്തൻ വരും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ദാണ്ടേ ന്യൂ വേൾഡ് റിലീജിയൻ, ഒരു വിഷയമില്ല. നിങ്ങൾ പേടിക്കുക വേണ്ട. കാന്തൻ വരാറായി 5W. എന്നാൽ ഒരുവൻ്റെ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് വെൺമണിക്കാർ പറയണം, ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിൻ്റെ പ്രഭുവായി എൻ്റെ നാഥൻ വരാറായി. അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 5 സയൻസിലേക്ക് വാ. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ആര്? കത്തോലിക്ക സഭ അധ്യക്ഷനാണോ? അത് കഴിഞ്ഞിട്ട് പിണറായി വിജയനാണോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡി സാറാണോ? അതോ അമേരിക്കയിലെ ബറാക് ഒബാമയോ? അതൊന്നും അല്ല അന്തിക്രിസ്തു. അന്തിക്രിസ്തു ആരാന്ന് ബൈബിളിൽ ഉൽപ്പത്തി 49:10. ചെറുപ്പക്കാരെ എഴുതിക്കോ, നിങ്ങൾക്കും പുറത്ത് പ്രസംഗിക്കാം. ഉൽപ്പത്തി 49:10 വായിച്ചട്ടെ മാമേ. അവകാശമുള്ളവൻ വായിച്ചട്ടെ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അപ്പൊ അവകാശമുള്ളവൻ ആദ്യം വരുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം. അതുകൊണ്ട് ഇന്നത്തെ പെന്തിക്കോസുകാർ ട്രിബുലേഷനും പ്രീ ട്രിബുലേഷനും പോസ്റ്റ് ഇടുന്ന അച്ചായന്മാര് ആന്റി ക്രൈസ്റ്റും അവന്റെ അമ്മായി അപ്പനുമല്ല ആദ്യം ഇവിടെ വരുന്നത്. തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ചുമ്മാതെ ഫേസ്ബുക്കിൽ ഇരുന്ന് ചർച്ച എടുത്ത് ബൈബിള് പഠിക്കണം. 49:17 ദൈവസഭ എടുക്കാൻ 7 വർഷം കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആരാന്ന് എഴുതിയിട്ടുണ്ട്. വൈരമ്മ 49 വഴിയിലൊരു
പാമ്പും പാതയിൽ ഒരു സർപ്പമാവുന്നു. ദാ കിടക്കുന്ന പാവപ്പെട്ട മോഡി സാറും അല്ലോ, കൊറിയയിലെ കിങ് ജോങ്ങും അല്ലോ, പാവപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയല്ലോ, സഖാവ് പിണറായി അല്ല, അന്തിക്രിസ്തു. ആരും ഇനി പോസ്റ്റ് ഇടരുത്. സിറിയയിൽ നിന്ന് വരുന്നവനാ എതിർ ക്രിസ്തു. സ്വത്രം. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. 2 സയൻസ്. 1 അവൻ നോക്കിക്കാണും. 2 അവൻ്റെ ശബ്ദം കേൾക്കും. 3 മൈക്രോചിപ്പ്. 4 അവനെ വണങ്ങാത്തവരെ കൊല്ലും. ഇത് പറയുമ്പോൾ അവസാനിക്കും. എടുക്കാവ് ദാനിയേൽ 7:8 മെലോൺ മസ്കിലേക്ക് വായിക്കാവ്. ലോകപൊരുവന്റെ കയ്യിലേക്ക് രാത്രി ദർശനത്തിൽ വായിച്ചാട്ടെ. ബൈബിളും പ്രവചനവും വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ അമ്മ വായിച്ച് സഹിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട്. ദാനിയേൽ പ്രവചനം 7:8 അമ്മ എന്നെടുത്താട്ട്. രാത്രി ദർശനത്തിൽ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. മൃഗം ഭരണാധികാരി. അടുത്തത് അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. ന്യൂ വേൾഡ് ഓർഡർ. അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഉലക ഭരണത്തെ മുഴുവൻ ചവിട്ടിക്കളയും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പാടും, ഭരണകൂടങ്ങൾ തകരും, കടലിൽ മുഴക്കം കേൾക്കും. അടുത്ത വാക്ക് ദാനിയേൽ വായിച്ചാട്ടെ. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഹിറ്റ്ലർ, മുസോളിനി സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കരമുയർത്തിയാട്ടെ. വെളിപ്പാടിൽ 10 കൊമ്പ്, ദാനിയേലിൽ 10 കൊമ്പ്. എത്ര ക്ലിയറാ ബൈബിളിന്റെ പ്രവചനം. ദാനിയേൽ വെളിപ്പാടിനെ കണ്ടിട്ടില്ല. ദാനിയേൽ യോഹന്നാനെ കണ്ടിട്ടില്ല. ഇതിന് യോഹന്നാൻ ഇത് എഴുതുന്നതിന് 600 കൊല്ലം മുമ്പ് ദാനിയേൽ എഴുതിയത്. എന്നാൽ അവരുടെ 2 പേരുടെയും ബുദ്ധിമണ്ഡലത്തിൽ ഇറങ്ങിയത് സ്വർഗീയ ശക്തി കരമുയർത്തുന്നവർക്കായി. യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ ബൈബിൾ. 10 കൊമ്പ്. അടുത്തത് മുമ്പിലത്തെ വായിച്ചാട്ടെ മാമ, ക്ലിയർ ആയിരിക്കണം ബൈബിൾ. അടുത്തത് മുമ്പ് ഞാൻ കണ്ട കൊമ്പ്. അടുത്ത 10 ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിന്റെ പേര് അന്തിക്രിസ്തു. അതിനാൽ വായിച്ചാട്ടെ. കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ലോക സാമ്രാജ്യം 3. ചെറുപ്പക്കാർ അമ്മ മാറ്റരുത്. 1 രാജാധിപത്യം, ഗൾഫ് രാജ്യം. 2 ജനാധിപത്യം. 3 ഏകാധിപതികൾ. ആരാ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാറുമോ? ഇല്ല. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് മാറുമോ? ഇല്ല. കൊറിയയുടെ പ്രസിഡന്റ് ആരാ? കിങ് ജോങ് മാറുമോ? ഇല്ല. പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതോ ആനേവാല ചുനാവോമേയും കടാ പോയക. സന്തോഷം ഇല്ലല്ലോ സ്വോത്രം. അടുത്ത തെരഞ്ഞെടുപ്പ് ഞാനാന്ന്. വീട്ടിൽ വായിക്കണം. ഈ പെന്തിക്കോസ് വചനം വായിക്കാത്ത കുഴപ്പം. തിമത്തിയോസ് ഒരു ഭാഗമുണ്ട് അമ്മ, എടുത്തോ, വീട്ടിൽ ചെന്നാൽ മതി. 2 തിമത്തിയോസ് 3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. മനുഷ്യർ, സ്വസ്നേഹികൾ, പമ്പ് പറയുന്നവർ, ഇണയില്ല പിണ കൂടുന്നവർ, പിന്നെ അപ്പനെ അമ്മയെ അനുസരിക്കാത്ത, മിണ്ടുന്നില്ലല്ലോ, മോനെ വിളിച്ചാൽ ലെഫ്റ്റ്, മോളെ വിളിച്ചാൽ റൈറ്റ്. ഇത് ബൈബിൾ പറഞ്ഞിട്ടുണ്ടമ്മ സ്വോത്രം. അതിൻ്റെ ബാക്കി വേറൊരു ഭാഗമുണ്ട്. ഉഗ്രന്മാർ കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അവരുടെ പേരാ ഏകാധിപതികൾ. ഇതിനെ 3 അവൻ തകർക്കണമെങ്കിൽ ഇവിടെ ഒരു കാര്യം വരും. അതിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തുന്നവർക്കായി അമേരിക്കക്കാരുണ്ട്, കുവൈറ്റുകാരുണ്ട്, ഗൾഫുകാരുണ്ട്, വെൺമണിക്കാരുണ്ട്. എല്ലാ ലോകരാജ്യങ്ങളും കിടുങ്ങുന്നെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അതിനാസ്പദമായി ചെറുപ്പക്കാരെ ഡിസംബർ മാസം ഒരു കോൺഫറൻസ് എവിടെ നടന്നെന്നറിയാമോ? ദുബായിൽ. അതിൻ്റെ പേര് ആഗോള താപന കോൺഫറൻസ്, ഗ്ലോബൽ വാർമിംഗ് കോൺഫറൻസ്. അതിന് സയൻസ് വിളിച്ച പേര് COP എന്നാണ് കേട്ടോ. അതിനകത്ത് ആരെയാ വിളിച്ചെന്നറിയാമോ? 200 രാജ്യ നേതാക്കന്മാരെ അതിൻ്റെ നടുവിൽ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെയാണ്. പേപ്പർ വായിച്ചവർക്കായി. അദ്ദേഹത്തിന് നെഞ്ചുവേദനയായിട്ട് വന്നില്ലെങ്കിൽ സാമ്പത്തികം തകരുമ്പോൾ ഒരു ലോക നേതാവിന് എവർ വിളിക്കാൻ പോകുന്നു. അതാ എൻ്റെ യേശു പറഞ്ഞു, ആത്തി തളർത്തു കൊമ്പിളതായി വേനൽ അടുക്കുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ കരമുയർത്തുന്നവർക്കായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കഥകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ വരാറായി. അതാ എലോൺ മസ്ക് പിൻപിൽ. അങ്ങനെയെങ്കിൽ ഇനി 2 സയൻസ് ഇപ്പം വരച്ച് കാട്ടിത്തരാം. വായിക്കാം. അവൻ അടുത്ത വാക്കമ്മ വായിച്ചാട്ടെ. മനുഷ്യനെ വായിച്ചാട്ടെ. ആ കൊമ്പുകൾ മനുഷ്യനെ അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ്. അടുത്ത വാക്യം മാറ്റല്. സകല മനുഷ്യനെ അവൻ കാണുമെന്ന്. കാണുമോ ചായ? ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ വന്ന് പറഞ്ഞിരുന്നേ, ഭാഷന്മാർ പറഞ്ഞാൽ നട്ടിച്ചിരി മോശമെന്ന്. ഇപ്പം കാണുമോ? എത്ര ആപ്പ് വന്ന്? ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, വാട്സപ്പ്, ട്വിറ്റർ,
പിന്നെ എന്തോ ഇൻസ്റ്റാഗ്രാം IMO AMO എല്ലാം വന്നില്ലേ സ്വോത്രം. പണ്ട് ഈ വെൺമണിയിലെ ഒരു അച്ചായനും അമ്മമ്മയും ഉണ്ടായിരുന്നു, നാടൻ ഭാഷയിൽ. അച്ചായൻ്റെ മോൻ ജോസ്, മരുമോള് ജോസ്മി. സൈമച്ചതിലെ പോകുമ്പം വൈകിട്ട് 6:30 അച്ഛൻ വിളിക്കും, ഹലോ ജോസ്, നീ ജോലി കഴിഞ്ഞ് വന്നോ, ഭാര്യ കൂടെ ഉണ്ടോ? അങ്ങനെയല്ലയോ ചോദിക്കുന്നത്. എന്താ കാലം മുടിഞ്ഞാ ചെയ്യ. ഇന്ന് വെൺമണിയിൽ അച്ചായനും അമ്മയും 14 ലാപ്ടോപ്പ്, ഒരു മോഡവും കിടടുത്ത ഒരു കീക്കി കൂക്കു സ്വോത്രം. ഓൺലൈൻ വാട്സപ്പ് വേണോ, മെസ്സഞ്ചർ വേണോ, തരാം. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് തരാൻ പോവാ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കാണ് വരുന്നത്, ചാറ്റ് GPT സ്വോത്രം. കേട്ടോണം, ഒറ്റ ഞെക്ക് ലൈവ് ദുബായ്. പണ്ട് ചോദിക്കുക അച്ഛൻ കഞ്ഞി കുടിച്ചാൽ അമ്മമ്മ ഇത് കുടിച്ചോ. ഇന്ന് ദുബായ് കരാമയിരിക്കുന്ന ചെറുപ്പക്കാർ അപ്പച്ചനും അമ്മച്ചിയും വെൺമണി 14 ഒറ്റ ഞെക്ക്. എവിടെ കിട്ടിയെന്നറിയാമോ? ദുബായിൽ. നോക്കിയപ്പോൾ ജോസ്മോനും ജോലി കഴിഞ്ഞ എഞ്ചിനീയർ, മരുമോള് നേഴ്സ്, രണ്ടും കൂടെ വന്നിരിക്കുന്നു. അപ്പച്ചൻ വീട്ടുവിശേഷം നാട്ടുവിശേഷമൊക്കെ ചോദിച്ചു. അപ്പച്ചൻ ചോദിച്ചു, മോനെ വൈകിട്ടെന്താ? മോള് പ്ലേറ്റ് കാണിച്ച് KFC കൊക്കക്കോളയും സ്വോത്രം. ഉടനെ അപ്പച്ചനോട് ചോദിച്ചു, അമ്മച്ചി ഇന്നെന്തോ സ്പെഷ്യൽ? ഗോതമ്പ് ഉറക്കും, 2 പേർക്ക് ഷുഗർ ആയതുകൊണ്ട് കണ്ണിമാങ്ങ. സന്തോഷമില്ലല്ലോ സ്വോത്രം. അന്ന് ഹലോ ഇന്ന് നേരെ കാണുന്നില്ലേ, ക്ലിയർ ആയില്ലേ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരുവൻ്റെ കയ്യിൽ ചെല്ലും. അതായി കോവിഡ്. കണ്ടില്ലേ ആര് കമ്പ്യൂട്ടർ പഠിച്ച് കണ്ടിരിക്കുന്ന കൊച്ചുങ്ങൾ. പണ്ട് അമ്മാമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ടച്ച് മൊബൈൽ കൊടുത്താൽ ഒറ്റയ്ക്കകത്തിട്ടിരുന്നേ സ്വോത്രം. സ്കൂൾ അടച്ചപ്പോൾ ഞാൻ 8, 9, 10 മൊത്തം ക്ലാസ്സിന് 11 വരെ ഈ വർഷം എടുക്കാതിരിക്കും സ്വോത്രം. എന്താ സംഭവിക്കുന്നത്? ഞങ്ങളെല്ലാം കയറി ഗൂഗിൾ ആപ്പ്, സൂം ആപ്പ്, ഫേസ് ആപ്പ്. ഇന്ന് പിള്ളേർക്കറിയാത്ത ഒരാപ്പും ഇല്ല സ്വോത്രം. സൂക്ഷിച്ച അമ്മച്ചിമാർ ദുഃഖിക്കേണ്ട, നിങ്ങളെ അമ്മമാർ ആപ്പിലാക്കുക സ്വോത്രം. മൊബൈൽ കൊടുത്ത കാര്യം റെഡിയായി കിട്ടും സ്വോത്രം. അതിൽ ഏറ്റവും നല്ല രസം അച്ഛൻ കേൾക്കണം. ഇതാ ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന അച്ഛന്മാർ കന്യാകുമാരി இந்த நாட்களிலே நான் உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறதுக்கு கன்னியாகுமரி போயாச்சு സ്വോത്രം. അന്ന് രാത്രി തങ്ങിയത് സ്വോത്രം ഒരു വലിയ ചീഫ് പാസ്റ്റർ വീട്ടിലാണ്. അപ്പച്ചൻ 85 വയസ്സുണ്ട്. ഞാൻ പച്ചയ്ക്ക് വെള്ളം കുടിക്കാതെ എൻ്റെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. 2.5 മണിക്കൂർ എന്ന് പ്രസംഗിച്ചിട്ട് വീട്ടിൽ വന്ന ഉടനെ അവിടുത്തെ ഷൗറങ്ങോട്ട് തന്നെ കട്ടൻ കാപ്പി ഇടാൻ 85 വയസ്സുള്ള അച്ചായൻ 14 ലാപ്ടോപ്പ് എടുത്ത് ഞെക്കുന്ന സ്വോത്രം. കൈ മത്തി പഠിച്ചാൽ പറയ്ക്കുന്ന അച്ചായൻ സ്വോത്രം. 85കാര്. എൻ്റെ ഒരു സംശയം, ഇത് രാത്രി എന്ത് ചെയ്യാന്ന്? സാമ്പാറിൽ മല്ലിയില കടന്നാൽ ഇവിടെ നിന്നാന്ന് ഞാൻ ചോദിക്കും സ്വോത്രം. ഇത്ര വിദ്യാഭ്യാസം ഉണ്ടോ സ്വോത്രം. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ഇതെങ്ങനെ പഠിച്ചെന്ന് സ്വോത്രം. കോവിഡ് കാലമായിരുന്നു, പിള്ളേർ എനിക്കൊരു ലാപ്ടോപ്പ് മേടിച്ചെന്ന് ഞാനിപ്പോൾ ഇത് ഞെക്കിയിരിക്കുകയാണ്. 85 ചീഫ് പാസ്റ്റർ സ്വോത്രം. അന്നേരം ഞാൻ ചോദിച്ചു, 10:30 മണിക്ക് എവിടത്തേക്കാണ് ഞെക്കുന്നത്? എൻ്റെ സംശയം. എൻ്റെ മോൻ്റെ മോള് UK നേഴ്സാണ്. അവൾ മാസം എനിക്കൊരു ചക്ര അയച്ചു തരും. അവളെ ഒന്ന് ചാറ്റ് ചെയ്യുകയാണ്. സന്തോഷം ഇല്ലല്ലോ അച്ചായ? 85കാരെ കുഴിയിലേക്ക് പെട്ടിപ്പാണ് കൈവറയ്ക്കുന്ന അപ്പച്ചൻ കീക്കി കൂക്കൂ. സന്തോഷം ഇല്ലല്ലോ? ലോകം എവിടം വരെ എത്തി. കാര്യം പിടികിട്ടിയ സകലനരെയും കമ്പ്യൂട്ടർ കാണുമെന്ന്. ഇന്ന് രാത്രി ഇന്നത്തെ ഫേസ്ബുക്കും, ഇന്നത്തെ മെസ്സഞ്ചറും, ഇന്നത്തെ വാട്സപ്പ്, ഇന്നത്തെ IMOയും, ഇന്നത്തെ ബോട്ടിമും ഇൻസ്റ്റാഗ്രാമും ഒരുവൻ്റെ കയ്യിലെത്തും സ്വോത്രം. മനുഷ്യൻ കാണും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ കൊമ്പിൽ നിന്ന് അവൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരും. നമ്പർ 1 സയൻസ്. നമ്പർ 2 അവൻ ലോകത്തോട്. അടുത്ത വാക്ക് വായിച്ചോട്ടെ അമ്മേ. 10 വമ്പ് പറയുന്ന വായും. അടുത്ത വാക്ക്. അതിന് മുമ്പായിട്ടുള്ള വാക്ക് മനുഷ്യനെ നോക്കി ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായി. മതി നിർത്തിയാട്ടെ. ഇനി വെളിപ്പാട് 13, 16, 17 ചിപ്പ്. അവൻ സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ഇന്ന് രാത്രി സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. പറഞ്ഞു തരാം. സാത്താൻ ലോകത്തോട് സംസാരിക്കും. ആസ്പദമായി ഇന്ന് രാത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെ വന്നെന്നറിയാമോ? തൃശ്ശൂർ വന്നു. അദ്ദേഹം ഹിന്ദിയിലാണ് പറഞ്ഞത്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ സോഫ്റ്റ്വെയർ മാറ്റിയപ്പോൾ എന്തായി? അത് ഹിന്ദിയിലാക്കി കൊടുത്തു. ട്രാൻസ്ലേഷൻ വേണ്ട. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഞാൻ ഗൂഗിളിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി പണ്ടത്തെ കാലത്തെ ഇവിടെ വെൺമണി പോകണമെങ്കിൽ കുളനട ഇറങ്ങി നാരായണൻ ചേട്ടനോട് ചോദിക്കാം. ഇന്ന് ആരോടും ചോദിക്കേണ്ട, ഗൂഗിളിനോട് ചോദിച്ചാൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞു. സുന്ദർപ്പിച്ചായത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ബാക്കിയെല്ലാം ശ്രദ്ധയോടെ വെക്കണം. 2ാമത്തെ സയൻസ്. ഇന്ന് രാത്രി നിങ്ങൾ പറയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എത്ര പേര് കേട്ടു? സ്തോത്രം. 8 കോടി പേരാ 100. കേരള മുഖ്യമന്ത്രി ഓണാശംസ പറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ കേട്ടു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ, അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. കോവിഡ് കാലത്ത് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫോൺ വന്നു. ഞാൻ സഖാവ് സജി ചെറിയാൻ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ഒരു സോഫ്റ്റ്വെയർ വഴി ആയിരങ്ങളോട് സംസാരിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ബൈബിൾ വിത്ത് എവിഡൻറ്റ്. മക്കളെ ഇതെല്ലാം എടുത്തോണം.
ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പർവ്വതനിര, ആ താഴ്വരയുടെ പേര മെഗിദോ താഴ്വര, അവിടെ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന അന്തിമ യുദ്ധം അവിടത്തേക്കാം. അതിൻ്റെ പേര OS ട്രാൻസ്ലേറ്റർ, 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. അതിന് എത്ര ഭാഷയാണ്? 2000 ഭാഷ അതിന് സംസാരിക്കാനുള്ള കഴിവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ 600 ഭാഷ സംസാരിച്ചു. അതിലൊരു ഭാഷ കേരളക്കാർ കേട്ടു. ആരാണെന്നറിയാമോ? ജോയിസ് മേയർ. കേട്ട ആരെങ്കിലും ഉണ്ടോ? കരമുയർത്താം. ഒരു ഇംഗ്ലീഷുകാരി പ്രഭാഷക ജോയിസ് മേയർ. ആരും കേട്ടിട്ടില്ല? ടി വിക്കകത്ത് വന്ന് ഒരമ്മ എന്ന പടപടപടപടാ മലയാളം പറയുന്നത്. അവർ കേരളത്തിൽ വന്നിട്ട് പോലുമില്ല. അവരിന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ എടുത്തു. ആ സോഫ്റ്റ്വെയർ വഴിയാ ലോക രാജ്യങ്ങളോട് അവർ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ദാണ്ടേ ഗൂഗിൾ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ടെക്നോളജിയിൽ ഗൂഗിൾ സംസാരിച്ചെങ്കിൽ ഇസ്രയേലിൻ്റെ പർവ്വതനിരയ്ക്കകത്ത് ഇന്ന് രാത്രി ഒരു കമ്പ്യൂട്ടർ ഉയരുമ്പോൾ അന്തിമ ദിനത്തിൽ ഇത് സാത്താൻ്റെ കയ്യിൽ കിട്ടിയാൽ ഉലക ജനതയോട് അവൻ സംസാരിക്കാൻ പോവുകയാണ്. ആ ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് വെൺമണിയിൽ മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മുഴങ്ങും. കരമുയർത്താം. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. വെൺമണിയേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 2 signs we are passing. Number 1, watch your screen. The second one, the word is coming. ഇനി വരാൻ പോകുന്നു എലോൺ മസ്ക് RNM. 2 കാര്യം പറയുമ്പോൾ നിർത്ത്. മമ്മ വായിച്ച് സഹായിച്ചാട്ടെ. വെളിപ്പാട് 13, 16, 17, 18. ഇന്ന് രാത്രി ലോക രാജ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷനിൽ കണ്ട വാർത്ത ഞങ്ങളുടെ ബൈബിളിൽ. വെളിപ്പാട് 13, 16, 17, 18. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും മതി. ഇന്ന് രാത്രി പത്രം വായിച്ച എത്ര പേരുണ്ട്? ഒരു മനുഷ്യൻ്റെ തലയിൽ മൈക്രോചിപ്പ്. കരമുയർത്താം. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു മക്കളെ. ഇവിടെ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലം. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഇംപ്ലാന്റ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ടെലിവിഷൻ ചാനൽ മുഴുവൻ ഇന്ന് രാത്രി ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ യഹൂദന്റെ വ്യവസായി എലോൺ മസ്ക് ഇത് ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രി വെൺമണി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ കരമുയർത്തുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നു. സ്വോത്രം. ഈ ചിപ്പ് എവിടത്തേക്കാ? ഇതാ RNM. അടുത്ത വാക്ക് ദാണ്ടേ. 2018, 2009 ആധാർ, 2013 ഈ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ? ATM. 15 എവിടെ വന്നു? ആനയുടെ വാലേ വന്നു. 18 എവിടെ വന്നെന്നറിയാമോ? നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് വന്നു. 2021 വണ്ടിയെ നിയന്ത്രിക്കുവാൻ ഫാസ്റ്റാഗ്. കരമുയർത്തിയാട്ടെ. ഇപ്പം ക്ലിയറായ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി ഈ ചിപ്പയുടെ കൈമേലും നെറ്റിമേലും ഇന്ന് രാത്രി ഞാനല്ല, സാങ്കേതിക സർവകലാശാല എല്ലാവരും വായിക്കുന്നപ്പം ബൈബിളാ കിടക്കുന്നു. മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ബൈബിൾ പ്രവചനം. കരമുയർത്തിയാട്ട് മക്കള്. ഈ ചിപ്പ ഇന്ന് എവിടെ കൊണ്ടുപോയത്? മസ്തിഷ്കത്തിനകത്ത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൻ്റെ തനിമ, നൈർമല്യത, വിശുദ്ധി എത്ര വലുതാ മക്കളെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്റ്റെതസ്കോപ്പ് ഇല്ല, MBBS ഇല്ല, MD ഇല്ല, ലാബ് ടെക്നീഷ്യൻ ഇല്ല, ഒരു സയൻസിൻ്റെ ഏടില്ലാത്തപ്പോൾ ഒരപ്പച്ചൻ എഴുതി കൈമേലും നെറ്റിമേലും മുദ്രയെങ്കിൽ എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ആ മുദ്ര ആരംഭിച്ചെങ്കിൽ സകല മനുഷ്യനെ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. ഇതിൻ്റെ പേര് RNM. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. എന്താ RNM? റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ദാണ്ട് ഇതിനകത്ത് 4 ചിപ്പ് വെക്കാം. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഇതെവിടെ കൊടുക്കാം? തലച്ചോറിൽ കൊടുക്കാം, തലയിൽ കൊടുക്കാം.
തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എലോൺ മസ്ക് ചെയ്യുന്ന എന്താണെന്നറിയാം? മെഡിക്കൽ ലോകത്തെ കീഴടക്കും. ഇന്ന് മനുഷ്യന് ചില രോഗമറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ, ഞാനും സൈമച്ചാനോടെ വെൺമണിയിൽ ഒരു പേന മേടിക്കാൻ പോയാൽ ബാർകോഡ് നോക്കി വില നിശ്ചയിക്കുന്നത് പോലെ ഈ ചിപ്പ് മനുഷ്യ ശരീരത്തെ ഡീകോഡ് ചെയ്യും. കരമുയർത്താം. മനുഷ്യന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ മെഡിക്കൽ ഫീൽഡിനെ പിടിക്കും. എലോൺ മസ്ക് പറഞ്ഞത് പോളിയോ രോഗം, പാർക്കിൻസൺസ് രോഗം, ക്ഷയരോഗം, ഇതിനെല്ലാം മരുന്ന് ഇതുവഴി തരാം ഡോക്ടേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഈ ചിപ്പ് ആരെ കൊടുക്കും? കേട്ടോടെ, ഇവിടെ നല്ലൊരു കമ്പനി പന്തളത്ത് ഒരു ചെറുപ്പക്കാരൻ 5 ലക്ഷം രൂപ ശമ്പളം. 5 ലക്ഷം രൂപ ശമ്പളമെങ്കിൽ മുതലാളിക്ക് ഒരു പേടി, അവൻ കൊട്ടേഷൻ മറിച്ചു കൊടുക്കുമെന്ന് പലർക്കും. ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ നാളെ ജോലിക്ക് വരത്തില്ല. അപ്പോൾ എന്തോ ഈ ചിപ്പ് കൈ കൊടുത്തിട്ട് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യവൻ ആരോട് സംസാരിക്കുന്നെന്ന് മുതലാളി അറിയും. കരമുയർത്താം. 1 ബിസിനസ് ലോകം, 2 മെഡിക്കൽ രംഗം. ഈ ചിപ്പിനെ ഏറ്റെടുക്കുക. ഇതിൻ്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്, 6 ഇതാ എലോൺ മസ്ക് ഇന്ന് ചെയ്തത്. ബൈബിളിനകത്ത് ഞാൻ വായിച്ചു തരാം. 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫാന്റാസിയ. ടെലഫോൺ ടവർ വഴി ഇന്ന് രാത്രി മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട. ടെലഫോൺ ടവർ വഴി മനുഷ്യന്റെ ലൊക്കേഷൻ കമ്പ്യൂട്ടർ തരും. ഹ്യൂമൻ ട്രാക്കിംഗ്, സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. IT ടീച്ചേഴ്സുണ്ട് ചോര്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ചോര്. അതിനാസ്പദമായി വന്നു ചാറ്റ് GPT വിത്ത് AI. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? AI ക്യാമറ. കര ഉയരുന്നില്ലല്ലോ. കേരളത്തിൽ എത്ര ക്യാമറ? 750. ഇത് ഒരിടത്തും ബന്ധിപ്പിച്ചിട്ടില്ല. ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇരിക്കുക. അതെവിടെ? തിരുവനന്തപുരം കെൽട്രോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഒരു റോബോട്ട്, 30 പണിക്കാർ. പന്തളത്ത് 1 ക്യാമറ, 2 മോട്ടോർ വകുപ്പ്, 3 നമ്മുടെ മൊബൈലിൽ പടം. കര ഉയരുന്നില്ലല്ലോ ചായ. പന്തളത്തിൽ നിന്ന് അഭിലേഷ് പൊടിയും മേടിച്ച് വീട്ടിൽ വരുന്നതിനെ പറ്റി തൊപ്പിയില്ലാത്തവൻ്റെ പടം വരുന്നു. സ്വോത്രം. അതിൻ്റെ പേരമ്മ AI ക്യാമറ. അങ്ങനെയെങ്കിൽ അത് ഒരു ബാർകോഡെങ്കിൽ സകല മനുഷ്യന് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. AI ക്യാമറ പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാർക്കും പെൺകൊച്ചുങ്ങൾക്കും ഒരു നല്ല വാർത്ത. ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ഇത് കേട്ടോണം, ചായ എനിക്ക് മേടിച്ചു തരണം, ഇനി വന്നില്ലല്ലോ. ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ചെങ്ങന്നൂരിന് പോവുക. കുളനട വഴി പോയപ്പോൾ അവൻ കല്യാണം കഴിച്ച ഭാര്യ വീട്ടുകാർ അവനൊരു നല്ല മൊബൈൽ ബൈക്ക് മേടിച്ചു കൊടുത്ത്. പക്ഷെ അതിനകത്ത് ആരെയാ? RC ബുക്ക് രജിസ്ട്രേഷൻ അവൻ്റെ ഭാര്യയുടെ ആയിരുന്നു. സ്വോത്ര നമ്പർ. ഇവൻ ചെങ്ങന്നൂർ പോകാൻ കുളനട തിരിഞ്ഞ് പോയപ്പോൾ കാരക്കാടെത്തിയപ്പോൾ AI ക്യാമറ അടിച്ചു. ഈ കുളനട പരിചയമുള്ളൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളെ ബൈക്കിൻ്റെ ബാക്കി കയറ്റി. സ്വോത്രം കേട്ടോണ്, കാര്യം കൊടിയുന്നതാ. എന്നിട്ട് അവൻ ഇവിടെ നമ്മുടെ ഇവിടെ ചെങ്ങന്നൂരിന് പുറത്തെത്തിയപ്പോൾ ക്യാമറ അടിച്ചു. പെങ്കൊച്ചിൻ്റെ മൊബൈലിൽ പടം വന്ന് RC ബുക്ക് ആരുടെ പേരില്ല? അവളുടെ പേരിലായിരുന്നു. സ്വോത്രം. എന്താ പറ്റി? അവള് പയ്യനെ വിളിച്ചു ചോദിച്ചു, ചെങ്ങന്നൂർ ചേട്ടൻ ആരെയാ ബൈക്ക് കയറ്റി കറക്കുന്നതെന്ന്. കാര്യം പോയില്ലയോ? സ്വോത്രം. ഇത് നിങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം. ഞാൻ ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ വഴി വണ്ടി ഓടിച്ചു വന്നത്. അടൂർ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു അമ്മമ്മ ഹൈവേ ഇടപെടിക്കുന്നത്. ഞാൻ ചോദിച്ചു എങ്കപ്പോയത് അമ്മ പറഞ്ഞു പന്തളത്ത് പോയി. ഞാൻ പറഞ്ഞു കാർ ഫ്രീ ആയിട്ട് പോലെ ഇരിക്കാൻ പറഞ്ഞു. സ്വോത്രം. ഞാൻ കൊച്ചുവർത്താനം പറഞ്ഞു ബെൽറ്റ് ഇടാൻ മറന്നുപോയി. സ്വോത്രം. പറന്തലി AI ക്യാമറ വെച്ചിരിക്കുക. എൻ്റെ ഭാര്യയുടെ RC ബുക്ക് മൊബൈൽ നമ്പർ RC ബുക്കിനകത്ത്. പറന്തലി വെച്ച് ഒറ്റയടി. പന്തളത്ത് ഞാൻ ചവിട്ടി ഒരു കട്ടൻ ചായ കുടിച്ചപ്പം ഭാര്യ വിളിക്കുന്നു, അച്ഛൻ കൺവെൻഷന് പോയാൽ ആൻറ്റിയായിട്ട് കറങ്ങാൻ പോയാന്നൊന്ന്. സ്വോത്രം. LDF വരും, എല്ലാം ശരിയാകും. ചായ മേടിച്ചു തരണം കേട്ടോ. അമ്മമാരും കേട്ടോണം. അച്ചായൻ ഗൾഫിലാന്ന് പറഞ്ഞ് സ്കൂട്ടർ എടുത്ത് കറങ്ങുന്ന അമ്മാമ്മമാർക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. സ്വോത്രം. അതുകൂടെ ഞാൻ പറയാം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാളെ തന്നെ റെഡിയാക്കാൻ പരിപാടി. ചായ എനിക്ക് മേടിച്ചു തരണം. സ്വോത്രം. ആരെ എവിടെയും കയറ്റാം. നാളെ നിങ്ങൾ വണ്ടിയുടെ RC ബുക്കുമായിട്ട് എവിടെ പോകണം? അക്ഷയയിൽ പോകണം. അവരെ പെങ്കൊച്ചിനോട് പറഞ്ഞ പരിവാഹൻ സൈറ്റ് എടുക്കാൻ പറയണം. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പരും കൊണ്ടുപോകണം. കൈ മൊബൈലിരിക്കണം. ഭർത്താവിൻ്റെ RC ബുക്കാന്ന് അമ്മാമ്മ ധൈര്യമായിട്ട് അവിടെ ചെന്നിട്ട് അച്ചായന് വിടില്ല, 1 മാറ്റാൻ പറയണം. അപ്പോൾ പെങ്കൊച്ചു ചോദിക്കും കൈ മൊബൈലുണ്ടോയെന്ന്. അവൾ ഒറ്റ ഞെക്ക്, ഒരു സാധനം വരും, OTP, 1 ടൈം പാസ്വേഡ് പറഞ്ഞു കൊടുത്താൽ മതി. കീ കൂക്കു 20 രൂപ. ആരെ എവിടെയും കയറ്റാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. രക്ഷപ്പെടാനുള്ള വഴിയും പറഞ്ഞുതരാം. ചെറുപ്പക്കാരോടും പറയാം, ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാറിൽ അന്യ പെൺപിള്ളേരെ കയറ്റിയ കട്ട പുകയായിപ്പോൾ. സ്വോത്രം. രക്ഷപ്പെടാൻ 20 രൂപ. സ്വോത്രം. അതുകൊണ്ട് മനസ്സിലാക്കണം, 756 ക്യാമറ വെച്ച് സകലരെ മോണിറ്റർ ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട
കൊടുത്താൽ സകല മനുഷ്യൻ്റെയിലും മൈക്രോ ചിപ്പ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് 2 വാക്കൂടെ പറഞ്ഞ് നിർത്തിത്തരാം. ആരും ഓടിപ്പോരുത്. നാളെ സമയമില്ല. നാളെ ഇപ്പോൾ എറണാകുളം ടൗണിൽ പെരുവയും പ്രസംഗിക്കാം. ഇന്ന് രാത്രി കേട്ടോ, ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ ചിന്ത എത്ര? 1 മിനിറ്റിൽ 40 ചിന്ത, 1 മണിക്കൂറിൽ 2400 ചിന്ത ഒരു മനുഷ്യൻ്റെ തല. അതിൻ്റെ പ്രത്യേകത സെറിബെല്ലം മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇനി ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് വേണ്ട. കൈക്കകത്ത് ചിപ്പ് കൊടുത്താൽ അവൻ എവിടെ കുറ്റകൃത്യം ചെയ്തെന്ന് അവൻ്റെ മൈൻഡ് റീഡ് ചെയ്യും. ബൈബിളിനകത്തുണ്ടോ? ഇന്ന് രാത്രി അമ്മമ്മ വായിച്ച് സഹായിക്കണം. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ ഞാൻ നിർത്താം. ദാണ്ടേ ലോകം ടെലിപ്പതിയിലേക്ക് കിടക്കുന്നു. ഈ ജനുവരി 31 ലോകം ടെലിപ്പതിയിൽ. അടുത്ത ബൈബിൾ വായിച്ചു തരാം. സജു ചാത്തന്നൂരല്ല. ദാണ്ടേ മസ്തിഷ്കത്തിൽ ചിപ്പ്, വഴിത്തിരിവായും ന്യൂറോലിങ്ക്. കണ്ടില്ല ചായമാരെ? 2016 കാലിഫോർണിയയിൽ ഒരു യഹൂദൻ കയറി. അവന്റെ പേരാ എലോൺ മസ്ക്. അവൻ ഇന്ന് മസ്തിഷ്കത്തിൽ ചിപ്പ് വെക്കാൻ പോകുന്നു. ന്യൂറോലിങ്ക്. പറയാം, ഇന്ത്യയുടെ ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ഡിസംബർ മാസത്തിൽ ബ്രിട്ടനിൽ ഒരു കോൺഫറൻസ് നടന്നു. മൊബൈൽ ഞെക്ക് ChatGPT. അവിടെ വെച്ച് എലോൺ മസ്ക് പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയോട് 150 കോടി ഇന്ത്യക്കാരെയും ഞങ്ങൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ വരാൻ പോകുന്നു. ഇന്ത്യയിൽ ചിപ്പ്. ബൈബിളിനകത്തുണ്ടോ? രാത്രി മാനസാന്തരപ്പെട്ടോണം. കാലം തീരാറായി. അവറാച്ച മലയിൽ പോയതല്ല, കാര്യം കഴിഞ്ഞ് കാന്തൻ വരാറായി. വായിച്ച സഹായിച്ചാട്ടെ. വെളിപ്പാട് 13:10 വാക്യം. ഇതിന്റെ പേര് ന്യൂറോലിങ്ക് ടെലിപ്പതി. വായിച്ചാട്ടെ മാമേ. അടിമയാക്കി കരമുയർത്തിയാട്ട് മക്കളെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. ആദ്യം മെഡിക്കൽ, 2 കമ്പനി, 3 മനുഷ്യനെ സാറ്റലൈറ്റ് വെച്ച് ടോർച്ച് ചെയ്യും. പഠിക്കുന്ന +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിന്റെ സ്കൂളിൽ പോയി നാളെ ചോദിക്കണം. സജു ജാത്തിന്റെ ഒരു പ്രസംഗിച്ചു. 6 റിമോട്ട്, ന്യൂറൽ, മോണിറ്ററിംഗ്, എമോഷണൽ, റോബോട്ടിക്, വയർലെസ്, ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. വയറും വേണ്ട, കയറും വേണ്ട. ഒരു മനുഷ്യന്റെ ചിപ്പ് കൊടുത്താൽ കോടകുളഞ്ഞിലെ ടവർ മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യുന്ന സകല മനുഷ്യനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടുവരും. അടുത്ത വാക്കുകൂടെ വായിച്ചാട്ടെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ. IS. ഇവിടെ ഇതെല്ലാം കാണും വിശുദ്ധന്മാരുടെ. വായിച്ചാട്ടെ മാമ. അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇനി പെന്തിക്കോസുകാരെല്ലാം കൈ ഉയർത്തണം. എതിർ ക്രിസ്തുവിൻ്റെയും എലോൺ മസ്കിൻ്റെ ചിപ്പ് നമ്മുടെ കൈമേലും നെറ്റിമേലും വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, അത് കഴിഞ്ഞിട്ട് നീഡിൽ ചിപ്പാണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് നാഥൻ വരാറായി. കരമുയർത്തിയാട്ടച്ചായ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇനി നിങ്ങൾ ഇരിക്കാമെങ്കിൽ ബാക്കി പറയാം. സൈമച്ചാൻ്റെ എൻ്റെ സമയം അവസാനിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരിക്കൽ പറയാം. സ്വോത്രം 5 മിനിറ്റ് കൂടി ഇരിക്കാൻ തയ്യാറുണ്ടോ? എനിവൺ അക്സെപ്റ്റ്? ഗീവ് മീ 5 or 10 minutes. താങ്ക് യു. സഹകരണത്തിൽ ഇനി ഉടുപ്പെ പിടിക്കത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ 3 സയൻസ് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, സാത്താൻ നിങ്ങളെ കാണും. 2 അവൻ്റെ ശബ്ദം കേൾക്കും. 3 മൈക്രോ ലിങ്ക് വഴി നിങ്ങളെ മോണിറ്റർ ചെയ്യും. 2 കാര്യം കൂടെ അമ്മാമേ വായിച്ചിട്ട് പാട്ടിലേക്ക്. വെളിപ്പാട് 13:15. ദാറ്റ് മീൻസ് ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതുകൂടെ വെൺമണി കേട്ടോ. വെളിപ്പാട് 13:15 കൂടെ വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മതി. അവിടെ നിർത്തിയാട്ടെ. ദാണ്ടേ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കുഞ്ഞുങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. കരം ഉയർത്തച്ചായ. റോബോട്ട് സംസാരിക്കുമെന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ പുസ്തകം വായിച്ച് ഒരിടത്തുമില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിലെ പ്രവചനം നിവർത്തിയായി. വെൺമണി കേൾക്കട്ടെ, വെൺമണി കേൾക്കട്ടെ. ധൈര്യത്തോടെ പറ. വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഉയർത്തുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് പ്രസംഗിച്ചവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇന്ന് രാത്രി പിശാച് നടുങ്ങട്ടെ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ?
ഇതായിരിക്കുന്ന കേൾപ്പുകാര്. സൗദിക്കാരി വന്നില്ലേ, മേരാനാ സോഫിയ നമസ്തേ ഇന്ത്യ. 2017 അവൾ സൗദിയിൽ നിന്ന് ഇറങ്ങി 18 ബോംബെ വന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേമത്ത് എഞ്ചിനീയറിംഗ് കോളേജ്. അവളുടെ ദാണ്ട് ചാറ്റ് GPT സോഫിയ, അവളുടെ അനിയത്തിമാര് ഇപ്പം എവിടം വരെ എന്നറിയാമോ? മുംബൈ IIT അതിനകത്ത് വരെ ഇവക്കുള്ള അനിയത്തിമാരാ. ഇതായിരിക്കുന്നു. ഒരു വാക്കുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദാണ്ട് വ്യോമമിത്ര, മോഡി സാറിൻ്റെ ISR നിയന്ത്രിക്കുന്ന വട്ടിയൂക്കാരി വ്യോമമിത്ര. ഇതാ കിടക്കുന്ന റോബോട്ട്. എല്ലാം വരും അച്ചായ, ബാങ്കിലും കാണത്തില്ല. എല്ലാം പാസ്ബുക്കും പതിപ്പിച്ച് അവിടെ കാശും തരും. ദോത്രം വീട്ടിൽ അമ്മാമ്മ ഇനി ഹൗസ് മെയ്ഡും വേണ്ട, 4 ബാറ്ററി ഇട്ട് ഇൻ്റർനെറ്റ് ചാർജ് ചെയ്ത പിള്ളേക്ക് പാലും കൊടുക്കും. സ്വത്രം എല്ലാം അവൾ വരാൻ പോകും. അന്ത്യകാലം ബാക്കി പറയാൻ എനിക്ക് സമയമില്ല. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. 4ാമത്തെ സയൻസ്. 5 ഇൻ്റർനെറ്റ് മർഡർ അവസാനിപ്പിക്കാം. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ, അമ്മാമ്മ ഇത് വായിച്ചാട്ടെ അവസാനം. ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. നിർത്താം. ദാണ്ടേ സൗദി, IBM അമേരിക്കക്കാരുണ്ട് ഇവിടെ. റോബോട്ടിനെ മനുഷ്യനാക്കുന്നു. ആരാ? മലയാളി. 337 ഗ്രാമുള്ള ഹൃദയം കൊടുത്ത് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടമെന്താ? വണങ്ങണം. കരം ഉയരുന്നില്ലല്ലോ. ശദ്രക്, മേശക്, അബേദ്നഗോ ദുരാസോ സമഭൂമി ചെന്നപ്പോൾ നെബൂഖദ്നേസർ സ്വത്രാഴ്ച എന്താ ശാംശമല്ല ചോദിച്ച് ഒന്ന് വണങ്ങിയേക്കാൻ യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി. എന്താ ചോദിച്ചത്? എല്ലാം കാണിച്ചു. സാത്താൻ്റെ ഇഷ്ടം വണങ്ങണം. വണങ്ങാത്തവനെ കൊല്ലുവാൻ വരാൻ പോന്നു ഇന്റർനെറ്റ് മർഡർ. ചെറുപ്പക്കാർ, IT സ്റ്റുഡൻസ്, നൗ ദ വേർഡ്സ് ഹിയറിംഗ് ആൾ ഓവർ വെൺമണി. റോബോട്ടിനെ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? ജെഫ്രി ഹിൻഡൻ. പുള്ളിക്കാരൻ ലാബിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഓടിപ്പോയി എന്നെ കൊല്ലുവെന്ന് സംശയമുണ്ട്. ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് അളകനന്ദ, 24 PP ജെയിംസ്, മീഡിയ 1 നിഷാദ്. അത് കഴിഞ്ഞിട്ട് എല്ലാ ചാനലും ഇത് അടിച്ചാൽ മതി റോബോട്ട്. അവർ ബാക്കി പറഞ്ഞു തരും, ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ബാക്കി. എൻ്റെ മക്കളെ അവൻ ഓടിപ്പോകാൻ കാര്യം. എങ്ങനെ ഇൻ്റർനെറ്റ് മർഡർ? ഇന്ന് രാത്രി അതുകൂടെ കേട്ടിട്ട് നിർത്താം. ഇവിടെ ഒരു പെൺകൊച്ച് 14 ഇഞ്ച് ലാപ്ടോപ്പ്, അവൾക്ക് ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി. വേഗത്തിൽ രാത്രി അവർ ചാറ്റ് ചെയ്യാൻ കയറും. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചില കാര്യം പറയും, ഇവൾ അനുസരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവളെ കൊല്ലിക്കാൻ സംവിധാനം പറയാം. ഒരു ലാപ്ടോപ്പ് 5 ഘടകം. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, 3 ലിഥിയം ബാറ്ററി, 4 ബേസ് സ്ക്രീൻ, 5 ബൾബ്. എവിടെ? മൊബൈലിനകത്ത് അല്ലെ ലാപ്ടോപ്പിനകത്ത് ഒരു പ്രത്യേക മെസ്സേജ് അയക്കും. അതിൻ്റെ പേര് വൈറസ് മെസ്സേജ്. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ പറയുന്നൊരു കാര്യമുണ്ട്, ചില കോൾ വന്നാൽ എടുക്കരുത്. അറിയാത്ത നമ്പറിൽ കരമുയർത്തുന്നവർക്കായി ചില മെസ്സേജ് വന്നാൽ ഓപ്പൺ ചെയ്യരുത്. ഹാക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിളും സയൻസും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ പെങ്കൊച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറസ് മെസ്സേജ് വരും. പെട്ടെന്ന് സിസ്റ്റം ചൂടാവും, ലിഥിയം ബാറ്ററി ഷോർട്ടാവും, ദാണ്ട സൈഡിലെ ബൾബ് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചാൽ സ്ക്രീൻ കത്തിപ്പിടിക്കും. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അടുത്ത വാക്ക്, മൊബൈൽ പൊട്ടിത്തെറിച്ച് തൃശ്ശൂർ തിരുവല്ലാമലയിൽ ആദിത്യ എന്ന പെൺകുട്ടി 8 വയസ്സുകാരി മരിച്ചു. മലയാളി ആര് വാർത്ത വായിച്ചു? കരമുയർത്താം. തൃശ്ശൂർ തിരുവല്ല. എന്തിനാച്ചാ പേടിക്കുന്നേ? ഇവിടെ ആരും ഞാൻ നിങ്ങളുടെ പടമെടുക്കത്തില്ല. പലർക്കും പേടി ഞാൻ പറയുന്ന പടമെടുക്കുമെന്ന്. അയ്യോ, എൻ്റെ ജോലി പടമെടുക്കല്ല. അന്ത്യകാല പടമെടുക്കുന്നത് ബാക്കിയൊക്കെ ഈ കുഞ്ഞുങ്ങൾ ചെയ്യും. ധൈര്യമായിട്ട് കയറവർത്ത്. ആദിത്യ 8 വയസ്സ്, ഒരപ്പനും അമ്മയും മോൾ. കേരള പോലീസ് എത്ര മുന്നറിയിപ്പ്. ഇന്ന് രാത്രി നിർത്താം. അടുത്ത കേട്ടോ, ഞാൻ പറയാം. പന്തളത്ത് പെട്രോൾ പമ്പിൽ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയരുന്നില്ലല്ലോ. നിങ്ങളുടെ മൊബൈലിനകത്ത് അസാധാരണ കോൾ വന്നാൽ, പന്തളത്ത് വെച്ച് തീ പിടിച്ചാൽ പന്തളം തീഗോളമാകും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. സജുജാത്തന്നൂരല്ല, ബാക്കി മോൻ കാണിച്ചേക്കണം. ദാണ്ട് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നു. ദാ കിടക്കുന്നു. ഇതിൻ്റെ പേര് കമ്പ്യൂട്ടറിനകത്ത് അനാവശ്യമായ മെസ്സേജ് വന്നാൽ സിസ്റ്റം ചൂടായി മനുഷ്യനെ കൊല്ലും. മലയാളം താഴെ ഇരിക്കുന്ന ആംപ്ലിഫയറും സംഭവമല്ല. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പാട്ട് പാടും. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കൂടിയാൽ, കൺട്രോൾ പോയാൽ ആംപ്ലിഫയർ പുകയുന്നത് പോലെ അന്ത്യദിനത്തിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറഞ്ഞത് ഞാനല്ല, ജെഫ്രി ഹിൻഡൻ. ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ടോ? കാരണം തരാം, 5000 ഇപ്പം തരാം. സ്വത്രം പിടിക്കത്തില്ല. അദ്ദേഹത്തിന് ഇവിടുത്തെ BJP സുഹൃത്തുക്കൾ കേട്ടാലും ശരി, അദ്ദേഹത്തിൻ്റെ റൂട്ട് മുഴുവൻ നിശ്ചയിക്കുന്ന ഇസ്രായേലിൽ നിന്ന് മൊസാദ. അതിൻ്റെ ബെഞ്ചമിൻ തന്നെയാവൂ എന്നേ പറഞ്ഞേക്കുന്ന മോഡി സാറിനോട്, സാർ ഇത് പിടിക്കരുത്. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള വന്നു.
ന്യൂയോർക്കിൽ പോയി കസേരയിരുന്ന് കൈ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. കഷ്ടം. നമ്മുടെ ഉപദേശകാരക്കാർ വെള്ളയും TPM ജാഥ ഇരിക്കുന്ന പോലെ കൈ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ. ഇന്ന് ചെങ്ങന്നൂർ DYSP ചെന്ന് പിടി. പുള്ളിയോട് ഒരു മേശപ്പുറത്തിരിഞ്ഞ് വെക്കും. റോഡിൽ ഇരുന്ന് ചെക്കിയ സാർ എന്താ റോഡിൽ ഇരുന്ന് ചെക്കാത്ത? പുള്ളി പറയും ഭാര്യ മംഗളും ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്ര. പ്ലെയിനകത്ത് യാത്ര ചെയ്താൽ ഇന്ന് ജാമറായി. അന്ത്യദിനം ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇപ്പോൾ സോഫിയയെങ്കിൽ താമസമിന വണങ്ങാത്തവരെ കൊല്ലുവാൻ. അതാ അമ്മാമ വായിച്ചത്. 1, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. 2, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവര് കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ ബലം ലഭിച്ചു. അന്ത്യദിനം ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ 2040 ഞാനല്ല, ബ്രിട്ടനിലെ ശാസ്ത്രജ്ഞൻ അലൻ ടോറി പറഞ്ഞിരിക്കുക, സാത്താന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിന് മുൻപിൽ വരാൻ പോകുന്നു. കരമുയരുന്നില്ലല്ലോ. ഇന്ന് ടെലിവിഷൻ ഓൺ ചെയ്താൽ പിട്ടാപ്പള്ളി ഏഷ്യാനെറ്റിന്റെ പരസ്യം കറുത്തമുത്ത് വരുന്നതിനും വിട്ട് പടം വരുന്നത് പോലെ സാത്താന്റെ പ്രതിമ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് വരാൻ പോകുന്നു. വഴിയാധാരമായ ആധാർ നിങ്ങളുടെ മെയിൽ ID അവന്റെ കയ്യിലുണ്ടെങ്കിൽ 9G ഇന്റർനെറ്റ് വന്നാൽ അവൻ നിങ്ങളെ നോക്കും. ക്യാമറ കണ്ണു വഴി സകല മനുഷ്യനെ ഇന്റർനെറ്റ് വഴി അവൻ വാച്ച് ചെയ്യും. വണങ്ങാത്തവരുടെ മൊബൈലിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് മെസ്സേജ് അയച്ച് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന കാലം 1950 അലൻ ടോറി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, സാത്താന്റെ പ്രതിമ ഞങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ തൊടുവ ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറ 7 പൊൻനിലവിളക്കുകളുടെ നടുവ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ യോഹന്നാന്റെ കരം പിടിച്ചതുപോലെ തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. വെൺമണിയേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട 1 1.25 2 ഏകനാമ. Heard this voice the third day, my brothers and sisters, आज रात को ये सुनने वाला मेरा भाइयों बहनों आप लोग जिधर भी बैठेगा किसी भी चलने का नहीं, आज हाथ उठा के परमेश्वर का नाम बुलाएगा. अपना नाम ऊपर वाला मदद करके बुक में पैदा करके लिखेगा. उसको उठाने के लिए मेरा परमेश्वर आने वाला है. ഉയർത്തുന്നവർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾ വരണമെങ്കിൽ, ഞാൻ പോയി മടങ്ങി വരുമ്പോൾ നിങ്ങളെ ചേർക്കണമെങ്കിൽ നിങ്ങളൊരു പെട്ടകത്തിൽ കിടക്കണം. അതിൻ്റെ പേര് രക്ഷയുടെ പെട്ടകം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ടിക്കറ്റ് ആര് നേടും? ഇതുവരെ ഇന്ന് രാത്രി കേൾക്കണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി 2 ടിക്കറ്റ് കിട്ടുക. വെൺമണി എന്നൊരു ചെറുപ്പക്കാരൻ പോകും. അവിടെ ചെന്നിട്ട് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക. അവന് ട്രെയിനകത്ത് കയറാൻ പറ്റും? ഇല്ല മക്കള്. 11:20 ജയന്തി വരവ്. വെൺമണി എന്നൊരു പയ്യൻ അവിടെ പോയി. ഇന്ന് സ്ലീപ്പറില്ല. ഒരു ഫോറം എഴുതി കൊടുത്തു. ഫോറം ആരുടെ കയ്യിൽ കൊടുത്തു? അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരുന്ന പെങ്കൊച്ച് മൊബൈൽ നമ്പർ എഴുതാൻ പറഞ്ഞു. പെങ്കൊച്ച് പറഞ്ഞു ജയന്തി സീറ്റുണ്ട് തരാം 160 രൂപ തൃശ്ശൂരേക്ക് സ്ലീപ്പർ എഴുതി കൊടുത്ത്. SLR 4 കമ്പാർട്ട്മെന്റ് സീറ്റ് നമ്പർ 20. കൊച്ചു പയ്യൻ അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक होकर जाने वाला जयंती जनता आने वाला है. പ്ലാറ്റ്ഫോം 1 നമ്പർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവന് കയറാൻ പറ്റുമോ? അച്ഛാ ഇല്ല. എന്നാൽ പോക്കറ്റിനകത്ത് ഒരു ടിക്കറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകന്മേൽ. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് ഈ രാത്രി യേശു ഏക ദൈവം, യേശു ഏക രക്ഷിതാവ്, യേശു ഏക കർത്താവ്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. അവസാന ഭാഗം കേട്ടിട്ട് എഴുന്നേൽക്കാവൂ. പടി നിയമത്തിൽ ഒരപ്പനുണ്ട്. എന്താ അപ്പൻ? ന്യായപ്രമാണത്തിൻ്റെ അപ്പൻ. പാപം ചെയ്താൽ മക്കളെ കല്ലെറിഞ്ഞു കൊല്ലും. ഇന്ന് രാത്രി ചങ്കേറി പ്രസംഗിക്കുക. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കാൻ മക്കളെ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ പ്രസംഗിക്കുക. എനിക്കറിയാം 1000 കിട്ടിയില്ല 1 കിട്ടും. സ്വോത്രം. നിങ്ങൾ കേൾക്കണോ? ഒരു പറ്റി കടമെടുത്ത് ഞാൻ പറയുമോ? നെഞ്ചുകേറി പറയാം. കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ കൃപേഷനെ ശരത്ലാലിനെ കൊന്ന സ്ഥലം. സ്വോത്രം. അവിടെ ഒരു യോഗം നടക്കത്തില്ല. ഇവിടെ പോലീസുകാർ പെർമിഷൻ കൊടുക്കത്തില്ല. റേഞ്ച് ഏജ് എൻ്റെ സുഹൃത്തായിരുന്നു, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ അവിടെ പിള്ളേരിയല്ലോ ഒരു യോഗത്തിന്. അപ്പോൾ എന്നോട് എന്നെ പേരാണ് വിളിക്കുന്നത്. സജു അവിടെ പ്രശ്നമല്ലോ ഉണ്ടാവും. ഞാനാ പ്രസംഗിക്കുന്ന പ്രശ്നമൊന്നുമില്ലെന്ന്. സ്വോത്രം. അവിടെ 3 ദിവസം യോഗം.
ആകെ ഒരു ചീനി പിടിത ഗ്രൗണ്ട്, 1000 ഇല്ല 200. രണ്ടാം ദിവസം ഞാൻ CSI പ്രസംഗിക്കുന്നുണ്ട്. CSIക്കാരും മർത്തോമാക്കാരും വന്ന് 300ആയി. മൂന്നാം ദിവസം 400. മൂന്നാം ദിവസം പ്രസംഗം കഴിഞ്ഞ് ഇവിടെ ജൈമച്ചൻ ചായം തരുന്ന വെള്ളവും അവിടെ ബൈക്ക് രാത്രി മംഗള എക്സ്പ്രസ് എനിക്ക് കയറണം. ഷൊർണൂർ ഇറങ്ങിയിട്ട് അതുവഴി തിരുവനന്തപുരം വരെ നിങ്ങൾ കേൾക്കണോ? രാത്രി പ്രസംഗിച്ച് ബെഞ്ച് കയറി ഇറങ്ങിയപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കി എല്ലാവരും കേൾക്കണം. സ്റ്റേജിൻ്റെ ബാക്കി ഒരുവൻ നിന്ന് എൻ്റെ ഷർട്ടേ പിടിക്കുക. അവൻ പറയാം മരിക്കാൻ പോവാന്ന്. ഞാൻ ചോദിച്ചു എന്തിനാ മരിക്കുന്നതെന്ന് ചോദിച്ച്. അയ്യോ എന്നെ കൊല്ലം ആൾ കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു നീ ആരാ മോനെന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു സാറേ വിഷമിക്കരുത്, മറ്റു ഭാഷമാരും വന്ന് പെരിയ കൊലക്കേസിൽ കൊലപാതകികൾക്ക് വഴി കാട്ടിക്കൊടുത്തത് ഞാനാ. സ്വോത്രം. 2 ദിവസമായി എൻ്റെ വീട്ടിൻ്റെ മുൻപ് ഇരുന്ന് പ്രസംഗം കേൾക്കുക. ഇന്ന് ഈ പ്രസംഗം നടന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്റ്റേജിൻ്റെ പുറകെ വന്ന് ആരും കാണാതെ മണ്ണി ഇരിക്കുവാന്ന്. സ്വോത്രം. അന്ന് രാത്രി അവൻ പറഞ്ഞ് പുറത്തിറങ്ങിയ നാട്ടുകാർ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു മോനെ, നിന്റെ മരണത്തിന് പകരം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ പുണ്യാകരത്താൽ ദൈവദാസന്മാർ കൈവച്ചു. അവരിന്നൊരു ബൈബിൾ മേടിച്ചു കൊടുത്തു. ഞാൻ തിരിച്ചു പോരുന്നു. ജോസ് പാസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പാസ്റ്ററെ 1000 കിട്ടിയില്ല. പിറ്റേന്ന് ഞായറാഴ്ച പായ്ക്കകത്ത് ഒരു വെള്ളമുണ്ടെടുത്ത് വഴികാട്ടിയ കൊലപാതകയിരുന്ന് യേശു രക്ഷകനെന്ന് വിളിക്കുന്നു. ഇതിൻ്റെ പേരാ സുവിശേഷം. ഇന്ന് രാത്രി മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു. രക്ഷയുടെ സന്ദേശം കേട്ടോണം ചെറുപ്പക്കാരെ. ന്യായപ്രമാണം ഒരുവനെ കൊല്ലാൻ പറയും. എന്നാൽ ഇന്ന് രാത്രി പഴയ നിയമത്തിൽ ഒരു അപ്പന് 2 പുത്രന്മാരുണ്ടെന്ന് കേട്ടോണം. ധൂർത്തപുത്രനുണ്ട്. അവനെ ഞങ്ങൾ ബന്ധുക്കൂസാർ കുടിയാനും മുടിയാനും എന്തോ ആയിക്കോട്ടെ, അവനെ വിടുന്ന വസ്തുവും പേരും വിട്ട് തിരുവല്ലായി ചെന്നു. അവൻ 4 കൂട്ടുകാരും ഉണ്ടായിരുന്നു. കുറേ നാൾ അവിടെ കിടന്നു. പക്ഷേ അവൻ്റെ പണം പോയി, മക്കളെ കൂട്ടുകാരും പോയി. സ്വോത്രം. ആ സമയത്ത് കോവിഡ് വന്ന് എല്ലാവരും കൂടെ തള്ളി അവൻ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? മല്ലപ്പള്ളി ആനിക്കാട്ട് മലയെ കൊണ്ടിട്ട്. സ്വോത്രം. അവൻ 3 വർഷം അവിടെ കിടക്കുക. ഇന്ന് രാത്രി പെന്തിക്കോസുകാരോട് പറയാം, വസ്ത്രവും പൈസയും പണം ഉള്ളപ്പോൾ എല്ലാവരും കാണും മക്കളെ. വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. സ്വോത്രം. ഇതൊക്കെ ഒന്ന് പോയാൽ ഞങ്ങൾ പീച്ചേ ജായിക സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതാ ധൂർത്തുപുത്രൻ്റെ കാര്യത്തിലും വന്നത് കേട്ടോ. അവസാനം അവ ഇവിടെ 3 വർഷം കിടന്നു. ഇതിൻ്റെ സയൻസും ബൈബിളും അല്ല. ഒരു മുടുപ്പും ഒരു മുണ്ടുമായിട്ട് 3 വർഷം പന്നിക്കൂട്ടത്തിൽ കിടക്കുക. അന്ന് TPM ക്ലാസ് പോലെ മല്ലപ്പള്ളി കേട്ട് യേശു വരാറാ. യുദ്ധം, ഭൂകമ്പം, ക്ഷാമം, വൈറസ് എല്ലാം അടിക്കുന്നു. അപ്പം അവന് പിടികിട്ടി ഇവിടെ രക്ഷയില്ല. അവൻ ആ മുടിഞ്ഞ ഡ്രസ്സിൽ നിന്ന് പന്നിയോട് പറഞ്ഞു, സഹോദരന്മാരെ ഗുഡ് ബൈ. അവൻ എവിടെ ഇറങ്ങി? മല്ലപ്പള്ളിയിൽ നിന്ന് ഒറ്റ നടത്ത തിരുവല്ല. 1-ാം ദിവസം, 2-ാം ദിവസം ചെങ്ങന്നൂർ, 3-ാം ദിവസം കുളനാട്. ഉച്ചയായപ്പം വെൺമണി വീട്ടിൽ വരുക. അപ്പം ക്യാമറയെ നോക്കുന്ന മടങ്ങി വരുന്നു. ഇന്ന് വെൺമണിയിൽ അച്ചായന്മാരാണ് വീടും പൂട്ടി വണ്ടേ വീഗാലാൻഡിൽ പോകും. സ്വോത്രം. എന്നാൽ ഞങ്ങളുടെ അപ്പൻ മടങ്ങി വരുന്നവനെ കണ്ടിട്ട് ഉയരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് സകലരെയും വിളിച്ചു, അയ്യോ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ താ മടങ്ങി വരുന്നു. സ്വോത്രം. ഇതിനകത്തൊരു കാര്യം ബേസിക്കായിട്ട് പെന്തിക്കോസുകാരിയാക്കണം. 3 വർഷമായി പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന് മലിനതയുടെ ഉടുപ്പുമായിട്ടാവും വരുന്നത്. പന്നിയുടെ കാഷ്ട, പന്നിയുടെ മൂത്രം. ആ വന്ന മകൻ്റെ അടുത്ത് ഒരു ബാക്ക് ഹിസ്റ്ററി ആ അപ്പൻ ചോദിച്ചില്ല. അവൻ്റെ ഡ്രസ്സ് എന്തുവാ, നിറം എന്തുവാ, ഗുണമെന്തുവാ, മണമെന്ന് ചോദിക്കാതെ ആ മകനെ മാറോട് ചേർത്തടച്ചു. അതാ വെൺമണി ക്രൂസൈഡിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കൃപയുടെ പ്രമാണം. കേക്ക് മക്കളെ, വചനം കേട്ടോ. ഇന്ന് രാത്രി ഇത്രയും പ്രസംഗം കേട്ട് താങ്കളൊരു മദ്യപാനിയാണോ, ജീവിതം തകർന്ന വ്യക്തിയാണോ, സഹോദരി, ഇന്ന് രാത്രി മടങ്ങി വാ. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കർത്താവിന് വേണ്ട. താങ്കളെ മാറോട് ചേർക്കുന്നവരെ അപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ പേരാ കൃപയുടെ പ്രമാണം. നിർത്താൻ പോവുക. എന്നിട്ട് ഒരു കാര്യം കൂടെ കേൾക്കണം. പക്ഷേ യവനെ അകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു പുതിയ കുപ്പായം അപ്പൻ ധരിപ്പിച്ചു. കരമുയർത്തുന്നവർക്കായി അതിൻ്റെ പേര് രക്ഷയുടെ കുപ്പായം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവരെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോകുവാൻ എൻ്റെ നാഥൻ വരാറ്. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കമോൺ. ഇന്ന് രാത്രി ഇത്രയും സത്യവചനം കേട്ട് നാളെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ആത്മഹത്യക്ക് കൊതിക്കുന്ന സഹോദര, അറ്റ് ഓൺലൈൻ നീ കടന്നു പോ. ഇന്ന് രാത്രി ഉയരത്തിലെ അപ്പൻ നിന്നെ മാറോട് ചേർക്കുക. കാത്തു നിൽക്കുന്നു. ഈ രാത്രി പറ ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കരമുയർത്തി അത് ദൈവശക്തി. ഇന്ന് 2024 ആ ദൈവശക്തി വെളിപ്പെടുക. കമോൺ കമോൺ. അവസാനിപ്പിക്കാം. ഈ ടിക്കറ്റ് ഏറ്റെടുക്കണം. ഒറ്റ കാര്യം കൂടെ സഹോദരി സഹോദരന്മാരിക്കുന്നുണ്ട്. സാൽവേഷൻ ആർമി പാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് മക്കൾ. സാൽവേഷൻ ആർമിയുടെ ചീഫിൻ്റെ പേര് ആരാണെന്നറിയാമോ? ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് പോലീസിൻ്റെ ചീഫായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ഡിവിഷണൽ മാനേജർമാർക്കെല്ലാം ഇത് ബാക്കി പറഞ്ഞു ഞാൻ അവരുടെ കൺവെൻഷൻ പ്രസംഗിച്ചത് കേട്ടോ. അദ്ദേഹം ലണ്ടനിൽ ഒരു ചർച്ച തുടങ്ങി. അവിടെ എല്ലാം നല്ല
പണമുള്ള പാർട്ടികൾ, പട്ടാളക്കാരും ബാക്കിയുള്ളവരും പോലീസുകാർ, അവരുടെ ജനറൽ കൺവെൻഷൻ വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ വർഷവും ഉണ്ട്. 18 വയസ്സുള്ളൊരു കുഞ്ഞ് അവരുടെ ജനറൽ കൺവെൻഷന് വേണ്ടി പോയി. കേട്ടോണേ, ആ കുഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിന്നെ കയറ്റത്തില്ല, നിൻ്റെ അപ്പൻ ചെരുപ്പ് കുത്തി നീ ചെരുപ്പ് തുടയ്ക്കുന്ന. പേര് സാമുവൽ ബർഗ്. 18-ാം വയസ്സിൽ അവൻ പോയി, അവനെ കയറ്റിയില്ല. 19-ാം വയസ്സ് അടുത്ത വർഷം കൺവെൻഷന് പോയി. അവർ പറഞ്ഞ് കഴിഞ്ഞ വർഷമേ പറഞ്ഞതാ, ഇത് ഹൈ മിലിറ്ററി ഓഫീഷ്യൽ, സൈമൾട്ടേനിയസ് മിലിറ്ററി ഓഫീസർ പങ്കെടുക്കുന്ന കോൺഫറൻസ്, ആ പോലീസ് ഓഫീസർ നിന്നെ കയറ്റത്തില്ല, മാറാൻ പറഞ്ഞു. 20-ാമത്തെ വയസ്സ് ഈ കുഞ്ഞ് പകൽ അവിടെ ചെന്ന് സാമുവൽ ബർഗ്, ഞാൻ കൺവെൻഷന് വന്നതല്ല, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്തിരിക്കുന്ന പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നതാ. അവർ പറഞ്ഞു പ്രസിഡന്റ് ഫ്രീ ആ ചെല്ലാൻ പറഞ്ഞു. പ്രസിഡന്റ് അവനോട് കാര്യമെല്ലാം ചോദിച്ചിട്ട് കാര്യമുണ്ട്, മോനെ നിനക്കെന്താ ആവശ്യം? അവൻ പറഞ്ഞു എനിക്ക് ആരാധിക്കണം. അയാൾ പറഞ്ഞ് പടക്കത്തില്ല. അപ്പോൾ അവനോട് ചോദിച്ചു നിൻ്റെ തൊഴിലെന്താ? അപ്പൻ ചെരുപ്പ് കുത്തി ഞാൻ തുടയ്ക്കും. അയ്യോ, ഞാൻ ഇങ്ങനൊരാളെ അന്വേഷിച്ചുകൊണ്ടിരുന്നതാ. ഞങ്ങളുടെ പട്ടാളക്കാരും പോലീസ് ഓഫീസേഴ്സും വരുമ്പോൾ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഷൂറാക്കിൻ്റെ ഒരു പെരയുണ്ട്, നീ അവിടെ ഇത് തുടയ്ക്കണം, അവിടെ ഒരു കട്ടിലുണ്ട്, കഞ്ഞി ഇവിടെ കിട്ടും. 20 വയസ്സുകാരൻ സാമുവൽ ബർഗ് അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത്. അമ്മാമ്മ അച്ചായ 1-2 വർഷമല്ല 14 വർഷം അവൻ അവിടെ ഇരുന്ന് തുടയ്ക്കാനിടയായി. കേൾക്കണം, എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ ഇറങ്ങാവും. സ്വത്രം 34 വയസ്സായി. എല്ലാവരും നാട്ടുകാരെല്ലാം മറന്നു. 34-ാമത്തെ വർഷം അവിടെ ഒരു കോൺഫറൻസ് നടക്കുക. 3 ദിവസം LMSൻ്റെ മിഷണറിമാർ. അവസാനത്തെ ശനി ഞായർ ഒരു ഇംഗ്ലീഷുകാരനാണ്. ശനിയാഴ്ച രാവിലെ വില്യംബൂത്ത് മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്ന, ഇംഗ്ലീഷുകാരൻ വരത്തില്ല. അയ്യോ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന കോൺഫറൻസ്. ഓടി പ്രാർത്ഥനാ മുറി ചെന്ന് മുട്ടുമടക്കി സ്വർഗത്തോട് നിലവിളിച്ചു. അപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വിഷമിക്കേണ്ട, നിന്റെ ഷൂപ്പറയ്ക്കൊരുത്ത് ഒരു 14 വർഷമായിട്ട് ഒരുവൻ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവനെ ലണ്ടനിലെ കോൺഫറൻസിനകത്ത് പ്രസംഗിപ്പിക്കണം. കരമുയർത്തുന്നവർക്ക് ഓടി അവൻ ചെന്ന് സാമുവൽ ബർഗിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ്. അവൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി വന്നു. ഇന്ന് രാത്രി പറ, അന്ന് രാത്രി ലണ്ടനകത്ത് ഒറ്റ പ്രസംഗത്തെ 3000 പേരുടെ നടുവിൽ അവൻ രക്ഷയുടെ സുവിശേഷം പറഞ്ഞ ആയിരങ്ങൾ യേശുവിനെ കണ്ടു. പറ സഹോദരി, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കേട്ടോണം സ്വോത്രം. ഈ വചനം കേട്ട് നീ പുറപ്പെട്ടോണം സ്വോത്രം. എന്നിട്ട് 4-ാം ദിവസം 5-ാം ദിവസം ഞായറാഴ്ച ഇദ്ദേഹം പ്രസംഗിച്ചു സാമുവൽ ബർഗ്. അന്ന് രാത്രി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വില്യംബൂത്ത് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ് ടുഡേ. ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് സാൽവേഷൻ ആർമി? സാമുവൽ ബർഗ്. 14 ഇയേഴ്സ്, 14 വർഷം നമ്മുടെ ഷൂപ്പരെ കടന്നവൻ. നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കും. ഇന്ന് രാത്രി പൊട്ട കിണർ കൊണ്ട് നീ തീരത്തില്ല, പൊത്തിപ്പേറിൻ്റെ ഭവനം കൊണ്ട് നീ അവസാനിക്കത്തില്ല, അടിമച്ചന്ത കൊണ്ട് നിന്റെ ദർശനം തീരത്തില്ല. കരമുയർത്തി പറ, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, രക്തബന്ധങ്ങൾ നിനക്കെതിരായിരിക്കും. മകനെ, മകളെ, കാരാഗ്രഹത്തിൽ കിടന്നാലും വചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിനക്ക് വേണ്ടി കൊട്ടാരത്തിനകത്തൊരു കസേര ഒരുക്കുവാൻ യോസഫിൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കാരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൂതേറ്റെടുക്കുന്ന രാത്രി ഇതിനകത്ത് ഇറങ്ങുമ്പോൾ ദൂതോടെ പോകാം. സ്വോത്രം. സൈമച്ചാൻ എൻ്റെ സ്ഥലം അറിയാം. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന പാസ് ഓടനാട്ടത്തുകാരനാണ്. കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനകത്ത് ഞാൻ ഇറങ്ങിയത് ഒന്നും കണ്ടിട്ടില്ല. അമേരിക്ക, ലണ്ടനും അല്ല ഞാൻ കണ്ടത്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. 800 പഞ്ചായത്ത് കേരളത്തിൽ, 50 മുനിസിപ്പാലിറ്റി, തിരുവനന്തപുരം ജില്ലയിൽ 1000 രാത്രി ഈ പാവപ്പെട്ട എനിക്ക് പ്രസംഗിക്കാനിടയായി. കാര്യം എന്താണെന്നറിയോ? പിൻപിൽ ഒരു ദർശനമുണ്ടെങ്കിൽ അടക രഗത ബൗഡ രീക ശാന്ത രാധ. ഇന്ന് രാത്രി നീ വേദനയോടെ ഇരിക്കാതെ പറയണം, ആരൊക്കെ തള്ളിയാലും, അപ്പം തള്ളിയാലും, അമ്മ തള്ളിയാലും, ചേട്ടന്മാര് തള്ളിയാലും, രക്തബന്ധം മറന്നാലും നിന്നെ വിളിച്ചിറക്കിയവൻ നിന്നെ മറക്കത്തില്ല. പട്ടിണി കഞ്ഞി കുടിച്ച് കാരാഗ്രഹത്തിൽ കടന്നാലും ഒരു സ്വർണ്ണ സരിപ്പള ഒരുക്കി യോസഫിന് വേണ്ടി സിംഹാസനം ഒരുക്കിയതുപോലെ തൻ്റെ ചങ്കിലെ ചോരയ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. വെൺമണി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി.